So once again, very good evening, everyone, and welcome back to the session. So in the last day session, we were discussing about the reporting part. So reporting in other areas, and well, we have gone through the multiple areas in the reporting as well. So literally talking about that, last day, till the last day, and the areas on a cover, we have gone through the audit risk, that to specific group, specific scenarios. Then business risk and risk of material misstatements. Then risk of material misstatements with analytical procedures. Matters to be considered. Further action, discussion with the management. Matters to be considered. Audit evidence. Matters to be considered. Further procedures. ഇത്രയും കാര്യങ്ങളായിരുന്നു ലാസ്റ്റ് ഡേ നോക്കിയിരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ഹലോ, യാ. സോ അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് ആസ് ആൻ ഓഡിറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. സോ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഒരു എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? വാട്ട് ഓൾ വേർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്? ഒരു ജനറൽ എൻഗേജ്മെന്റ് ആണ്. സപ്പോസ് ഇഫ് ദാറ്റ് ഈസ് ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്? റിസോഴ്സസ് എത്രത്തോളം വേണം, റിസ്ക്, ഫീസ്, നോക്കിയിട്ട് പറയാം എല്ലാവരും. പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, reputation of the client, conditions for an audit, professional clearance, independence and objectivity, management integrity, money laundering. ഇതൊക്കെയാണ് നമ്മൾ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞ് പഠിച്ചത് അല്ലേ? നമ്മൾ അന്നേരം പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നായിരുന്നു, when comes to a scenario നിങ്ങളോട് ചോദിക്കും, what are the matters to be considered by the auditor before accepting an engagement? What are the matters to be considered by an auditor before accepting an engagement എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ആദ്യമേ എന്ത് കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞത്? സിനാരിയോയിൽ എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക ആദ്യമേ. ഒരിക്കലും ബൈഹേർട്ട് ആയിട്ട് ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ എഴുതി വെക്കരുത്, നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല. സോ സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കെന്നുള്ള കാര്യത്തെക്കുറിച്ച് ക്ലിയർലി വായിച്ചു നോക്കുക. സപ്പോസ് കൺസിഡർ ദാറ്റ് റിസോഴ്സസുമായിട്ട് റിലേറ്റ് ചെയ്ത് സിനാരിയോയ്ക്കകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. സിനാരിയോയ്ക്കകത്ത് നിങ്ങളോട് പറയാണ് നിങ്ങൾ മൾട്ടിപ്പിൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. സോ മൾട്ടിപ്പിൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് സിനാരിയോയ്ക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൾട്ടിപ്പിൾ ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്കുണ്ടോ, വിച്ച് ഇൻക്ലൂഡ്സ് ബോത്ത് ദ ടൈം ആസ് വെൽ ആസ് ദ നമ്പർ ഓഫ് എൻഗേജ്മെന്റ് സ്റ്റാഫ് റിക്വയർഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാം. ഇനി സിനാരിയോയ്ക്ക് അത് പറയാണ് ക്ലയന്റ് ഒരു സ്പെസിഫിക് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇഫ് ദി ക്ലയന്റ് ഈസ് യൂസിങ് എ സ്പെസിഫിക് സോഫ്റ്റ്വെയർ, നിങ്ങൾക്കും ഒരു കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ റിസോഴ്സസ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് വേണം നിങ്ങൾ അവിടെ കൺസിഡർ ചെയ്യാൻ. അപ്പൊ എന്താണോ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസോഴ്സസിനെ കുറിച്ചുള്ള പോയിന്റ്സ് വേണം നിങ്ങൾ പറയാൻ. സെയിം ഇസ് ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു ദി റിസ്ക്. അവിടെ നിങ്ങൾ പറയേണ്ടത് ക്ലയന്റ് എത്രത്തോളം റിസ്ക് ഉള്ള ക്ലയന്റ് ആണെന്ന് നോക്കുക. സേ ഫോർ എക്സാമ്പിൾ കോംപ്ലക്സിറ്റി ഓഫ് ദി ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഇൻവോൾവ് ആയിട്ടുള്ള റിസ്ക് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ക്ലയന്റ് ഒരുപാട് തരത്തിലുള്ള ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യുന്നു, ക്ലയന്റിന് മൾട്ടിപ്പിൾ ഫോറിൻ സബ്സിഡറീസ് ഉണ്ട്, അതേപോലെ തന്നെ ക്ലയന്റ് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ കമ്പനിക്ക് അവർക്ക് മോർ ദാൻ 40 സബ്സിഡറി കമ്പനീസ് ഉണ്ട്. സോ ഇൻ ഓൾ ദി സർക്കംസ്റ്റൻസ് പോസിബിലിറ്റീസ് ഓഫ് മിസ്റ്റേക്സ് ഇസ് വെരി ഹൈ. സോ അത്രത്തോളം ലെവൽ ഓഫ് മിസ്റ്റേറ്റ്മെന്റ്, അതിന് വേണ്ടിയുള്ള റിസ്ക് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കുക. അത്രയും റിസ്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഇനി ഫീസ് നിങ്ങൾ നോക്കുക. സിനാരിയോക്കകത്ത് വാട്ട് ദേ ഹാവ് മെൻഷൻഡ് വിത്ത് റിഗാർഡിംഗ് ദ ഓഡിറ്റ് ഫീസ്. ഓഡിറ്റ് ഫീസിനെ കുറിച്ച് അവർ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക. ഓഡിറ്റ് ഫീസ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അവിടെ നമ്മളോട് സ്റ്റാൻഡേർഡ് പ്രകാരം പറയുന്നത് എന്താ? ഫീസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടാവണം? എത്രയാണോ നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് പ്രൊസീജിയർ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇൻകർ ആവുന്ന എക്സ്പെൻസ്, ആ എക്സ്പെൻസ് റിക്കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫീസ് ചാർജ് ചെയ്തിട്ടുണ്ടാവണം. സോ ഫീസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറയാം. പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, നിങ്ങൾ എന്ത് തരത്തിലുള്ള എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുന്നതിന് മുന്നേയും യു ക്യാൻ കൺസിഡർ വെദർ യു ഹാവ് ഗോട്ട് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസ്. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ, നോളജ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ദാറ്റ് സംതിങ് കോൾഡ് ദ പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ കൺസിഡർ ചെയ്യണം എന്ന് പറയാം. ബിക്കോസ് ദർ ആർ കേസസ് വെയർ ക്ലയന്റിന് ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് റെപ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ ക്ലയന്റിന് റെപ്യൂട്ടേഷൻ ഇല്ലാത്ത കാരണം കൊണ്ട് എന്ത് സംഭവിക്കാം? നിങ്ങളുടെ റെപ്യൂട്ടേഷൻ അഫക്റ്റഡ് ആവാം. സോ യു ഹാവ് ടു കൺസിഡർ ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റ്. ഓഡിറ്റിന്റെ പ്രീ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, adequate amount of internal controls മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, access to all information, additional information and unrestricted access to the persons within the entity, ഇതൊക്കെ ഉണ്ടോ എന്ന് കൺസിഡർ ചെയ്യാൻ പറയാം. പ്രൊഫഷണൽ ക്ലിയറൻസ്, എവറി കേസ് നിങ്ങൾക്ക് ഓഡിറ്റ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റും പറയാം, പ്രൊഫഷണൽ ക്ലിയറൻസും പറയാം.
പ്രൊഫഷണൽ ക്ലിയറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രൊഫഷണൽ ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പ്രയർ ഇയർ ഓഡിറ്റർ. പ്രീവിയസ് ഇയർ ഓഡിറ്റർ ആരാണോ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെന്തുകൊണ്ടാണ് ആ വർക്കിൽ നിന്നും റിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അവർ റീപ്ലേസ്ഡ് ആയെന്ന് ചോദിക്കുക. If it is due to the factors that they were not getting sufficient evidences, അങ്ങനെയാണ് നിങ്ങൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ മാനേജ്മെന്റ് ഇന്റഗ്രിറ്റിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കാരണം കൊണ്ടാണോ, അങ്ങനെയാണ് നിങ്ങൾ ആ പർട്ടിക്കുലർ എൻഗേജ്മെന്റ് പ്രയർ ഓഡിറ്റർ ലീവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് പ്രൊഫഷണൽ ക്ലിയറൻസ് കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നത്. ഇനി ക്ലയന്റ് എത്രത്തോളം ഇൻഡിപെൻഡന്റ് ആണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആണെന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ആർ നോട്ട് അലൗഡ് ടു അക്സെപ്റ്റ് ദാറ്റ് എൻഗേജ്മെന്റ്. മണി ലോണ്ടറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. സോ ഇങ്ങനെയുള്ള പ്രീ കണ്ടീഷൻസ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ. ബട്ട് ബിഫോർ കൺസിഡറിംഗ് ദാറ്റ് സിനാരിയോയിൽ എന്താണ് പറഞ്ഞേക്കുന്നത് എന്നുള്ളത് നോക്കണം. സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിന് കറസ്പോണ്ടിംഗ്ലി മാത്രമേ പോയിന്റ്സ് എഴുതാൻ പാടുള്ളൂ. ഇനി ഇതിപ്പോ നമ്മൾ പറഞ്ഞത് ഏതൊരു എൻഗേജ്മെന്റിനും കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. ഇനി ഇൻ കേസ് എങ്ങാനും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബൈ ദ ഓഡിറ്റർ ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ഫോർ PFI, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് റിവ്യൂ ചെയ്യുന്ന എൻഗേജ്മെന്റിന് മുന്നേ ഓഡിറ്റർ എന്തൊക്കെ മാറ്റേഴ്സ് ആണ് കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷനും പറയണ്ട. ബിക്കോസ് ബോത്ത് ഓഫ് ദീസ് ആർ റിലേറ്റിംഗ് ടു ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് ഓൺലി. സോ ഓഡിറ്റ് എൻഗേജ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ചോദിച്ചാൽ മാത്രം പ്രൊഫഷണൽ ക്ലിയറൻസും പ്രീ കണ്ടീഷൻസ് ഫോർ ദ ഓഡിറ്റും പറഞ്ഞാൽ മതി. വേറെ ഏതെങ്കിലുമാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പോയിന്റ്സിന്റെ അകത്തുള്ള യൂസേജ് വേണം പറയാൻ. ഇനി അതേപോലെ തന്നെ ഒരു ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? വൈ ദ കമ്പനി ഈസ് നോട്ട് യൂസിങ് എക്സിസ്റ്റിംഗ് ഫേം ഓഫ് അക്കൗണ്ടൻസ്, എന്തുകൊണ്ടാണ് ഈ കമ്പനി എക്സിസ്റ്റിംഗ് ഫേം ഓഫ് അക്കൗണ്ടൻസിന്റെ വർക്ക് യൂസ് ചെയ്യാത്തത് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ടാർഗറ്റ് കമ്പനിയുടെ എംപ്ലോയീസിന് അക്വിസിഷനെ കുറിച്ച് അറിയാമോ? ഇതൊരു ഹോസ്റ്റൈൽ ടേക്ക് ഓവർ ആണോ, വിതൗട്ട് ദ ക്ലയൻസ് പെർമിഷൻ ആണോ നമ്മൾ ടേക്ക് ഓവർ നടത്തുന്നത്? സ്കോപ്പ് ഓഫ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ ഈ അക്വിസിഷൻ നടത്തിയേക്കുന്നത്, എന്തൊക്കെ ത്രെഡ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ആവുക, ഈ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് ദർ എൻഗേജ്മെന്റ്. അപ്പം ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെസിഫിക്കലി പറയാ ഈ ഫാക്ടേഴ്സ്. ഇനി സപ്പോസ് എങ്ങാനും നിങ്ങളോട് ചോദിക്കുന്ന ഒരു പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, അതായത് ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എൻഗേജ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റ് റിലേറ്റഡ് എൻഗേജ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ പറയേണ്ടി വരുന്നത് എന്തൊക്കെയായിരിക്കും? ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ എന്താണ്, അതായത് നമ്മൾ ജനറൽ പർപ്പസ് വേണ്ടിയിട്ട് ഇന്റേണൽ പർപ്പസ് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ പർപ്പസ് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ജനറൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ വേണ്ടിയിട്ടാണോ എന്ന് കൺസിഡർ ചെയ്യണം. ബിക്കോസ് നമുക്കറിയാം ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ റിസ്ക് ഇൻവോൾവ് ഫ്രം ദ പാർട്ട് ഓഫ് ഓഡിറ്റർ വിൽ ബി ഹൈ ആസ് കമ്പയർഡ് വിത്ത് ഓഫ് എ ലിമിറ്റഡ് എൻഗേജ്മെന്റ്. അപ്പൊ നമുക്ക് അക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിസ്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ നോക്കണം. നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. അവിടെ അവർ ഫോർകാസ്റ്റ് ആണോ യൂസ് ചെയ്തേക്കുന്നത്, പ്രൊജക്ഷൻ ആണോ യൂസ് ചെയ്തേക്കുന്നത്? ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റീസണബിൾ അസംഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലോ ഹൈലി ഹൈപ്പോത്തറ്റിക്കൽ അസംഷൻസ് ആയിരിക്കും, അവിടെ റീസണബിൾനെസ് കുറവായിരിക്കും. സോ ഇഫ് ഇറ്റ് ഈസ് ആൻ എൻഗേജ്മെന്റ് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ പ്രൊജക്ഷൻ, നമ്മൾ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇനി അവിടെ എന്തൊക്കെ എലമെന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നോക്കുക. അതായത് വെദർ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഫോർകാസ്റ്റ് P&L or the forecast balance sheet or the forecast cash flows or it's a whole financial statements എന്താന്നുള്ള കൺസിഡർ ചെയ്യണം. ഈ ഇൻഫർമേഷൻ കവർ ചെയ്യുന്ന പീരീഡ് എത്രയാണെന്നുള്ളത് നോക്കണം. ഇറ്റ് ഈസ് അഗെയിൻ ബിക്കോസ് ഓഫ് ദി ഫാക്ട് ദാറ്റ് പീരീഡ് കവേർഡ് കൂടുന്നതിനനുസരിച്ച് എന്ത് കുറഞ്ഞുകൊണ്ടിരിക്കും? റിലയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പീരീഡ് കവേർഡ് എത്രയാണെന്നും കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇന്റൻഡഡ് യൂസ് ഓഫ് ഇൻഫർമേഷൻ, ജനറൽ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, നേച്ചർ ഓഫ് അസംഷൻസ് എന്തൊക്കെയാണ്, എലമെന്റ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, പീരീഡ് എത്രയാണ് കവർ ആയിരിക്കുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ബിഫോർ അക്സെപ്റ്റിംഗ് എ PFI എൻഗേജ്മെന്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? Guys, do we need to consider what is written in the scenario if you are considering the matters before accepting a PFI engagement? No. Why? ISA 3400 പ്രകാരം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് നോക്കുന്ന ഫാക്ടേഴ്സ് ആണ് ഇത്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സിനാരിയോയ്ക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് ഇറസ്പെക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? You can mention about the factors you have to consider before accepting the PFI engagement. അപ്പം ഈ പോയിന്റ്സ് നിങ്ങൾക്ക് എന്താണെങ്കിലും എല്ലാ കേസിലും എഴുതാൻ പറ്റും. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ഈ പോയിന്റ്സ് മാത്രമാണോ എഴുതേണ്ടത്? അല്ല. PFIയുടെ കാര്യം പറയുമ്പോൾ ഈ പോയിന്റ്സ് എഴുതണം, പ്ലസ് എന്തും കൂടി വേണം നിങ്ങൾ എഴുതാനായിട്ട്. പ്ലസ് നമ്മളോട് ഇവിടെ ജനറൽ ആയിട്ട് പറഞ്ഞേക്കുന്ന കാര്യം കൂടി മിക്സപ്പ് ചെയ്ത് വേണം എഴുതാൻ. ക്ലിയർ ആയ എല്ലാവർക്കും? അതായത്
PFIയുടെ ആ ഫാക്ടേഴ്സ് എന്താണെങ്കിലും നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇപ്പൊ പറഞ്ഞ ഫാക്ടേഴ്സിന് പുറമെ നിങ്ങൾ എന്ത് നോക്കാം? റിസ്ക് എത്രത്തോളം ഉണ്ട്, ദെൻ ഫീസ് എത്രത്തോളം ഉണ്ട്, പ്രൊഫഷണലി കോമ്പീറ്റന്റ് ആണോ നിങ്ങൾ, ക്ലയന്റിന്റെ റെപ്യൂട്ടേഷൻ എങ്ങനെയാണ്, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി എങ്ങനെ അഫക്റ്റഡ് ആവുന്നു, മാനേജ്മെന്റ് ഇന്റഗ്രിറ്റി എങ്ങനെ അഫക്റ്റഡ് ആവുന്നു, ഈ കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക ബിഫോർ അക്സെപ്റ്റിംഗ് എ PFI എൻഗേജ്മെന്റ്. ക്ലിയർ ആണോ എല്ലാവർക്കും? പക്ക? ഓക്കെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് ആസ് പെർ അവർ ലേറ്റസ്റ്റ് റിവിഷൻ കിറ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നുണ്ടോ? യൂസിംഗ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ എക്സിബിറ്റ് 1, ഇവാലുവേറ്റ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബൈ Hunt and Company before accepting the engagement to review and report on Waters Company's PFI. ഈ വോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വേറെ പ്രത്യേകിച്ച് മാർഗമായിട്ടൊന്നും ചെയ്യാനില്ല. യു ജസ്റ്റ് ഹാവ് ടു ഗോ ത്രൂ ദ സിനാരിയോ. നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസ്കോ റിസോഴ്സസോ അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് ഇന്റഗ്രിറ്റിയോ റെപ്യൂട്ടേഷൻ ഓഫ് ദി ക്ലയന്റോ അങ്ങനെ എന്തെങ്കിലും അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. അത് പ്ലസ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, ദെൻ അതേപോലെ തന്നെ ഇന്റേണൽ യൂസ് ആണോ എക്സ്റ്റേണൽ യൂസ് ആണോ, എലമെന്റ്സ് എന്തൊക്കെയാണ്, അസംഷൻസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളും കൂടെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. പ്രോപ്പർലി മനസ്സിലായ എല്ലാവർക്കും? Is that clear everyone? Okay. സോ അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക വിത്ത് റിഗാർഡിംഗ് ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ്, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ്സ് എ PFI ഓർ എ നോർമൽ എൻഗേജ്മെന്റ് ഓർ എ നോൺ അഷുറൻസ് എൻഗേജ്മെന്റ്. ഏതിന്റെ ആണെങ്കിലും നമ്മൾ ഇങ്ങനെയായിരിക്കും ഫാക്ടേഴ്സ് പറയുന്നുണ്ടാവുക. ഓക്കെ. ആൻഡ് അഗെയിൻ നമ്മളോട് വേറെ ഒരു കാറ്റഗറി ക്വസ്റ്റ്യനും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാറ്റേഴ്സ് നമ്മളോട് ചോദിക്കും. ഇങ്ങനെ മാറ്റേഴ്സ് ചോദിക്കുന്നത് മാത്രമല്ല നമ്മുടെ കേസ് എന്ന് പറയുന്നത്. നിങ്ങളോട് മാറ്റേഴ്സ് ചോദിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓർഡിനറി എൻഗേജ്മെന്റ്? വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓർഡിനറി എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടും നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓർഡിനറി എൻഗേജ്മെന്റ് എന്നാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയേണ്ടി വരിക? എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കണ്ടന്റ്. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് ആയിരിക്കും നിങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ. ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞിരുന്നത് എല്ലാവർക്കും? ഓക്കെ. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ അകത്ത് ചോദിക്കുന്നത് എന്നുള്ള കാര്യം ആദ്യമേ നോക്കാം. ജസ്റ്റ് എ മൊമെന്റ്. സോ നോക്കി എല്ലാവരും, നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ റിക്കമെൻഡ് ചോദിക്കുക, ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ മാറ്റേഴ്സ് ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ഇൻ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ്. യു ആർ നോട്ട് റിക്വയർഡ് ടു കൺസിഡർ ദ എത്തിക്കൽ ത്രെഡ്സ് ടു ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്ന വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ദി എൻഗേജ്മെന്റ്. നേരത്തെ ചോദിച്ചെന്തായിരുന്നു? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ദ എൻഗേജ്മെന്റ്. ബിഫോർ എഗ്രീയിങ് ആൻ എൻഗേജ്മെന്റും ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റും സെയിം ആണോ? ആണോ? ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റും ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റും സെയിം ആണോ? എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? ബിഫോർ എഗ്രീയിങ് ദ ടേംസ്, നിങ്ങളൊരു എൻഗേജ്മെന്റിന്റെ ടേംസ് എഗ്രി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അവിടെ എന്തായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടാവുക? കൺസിഡറിംഗ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ്. ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തേക്കുന്നത് എവിടെയാണ്? എൻഗേജ്മെന്റ് ലെറ്റർ. അപ്പം നിങ്ങളോട് വാട്ട് ആർ ദ മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് വേണം പറയാൻ?
എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് വേണം പറയാൻ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോണ്ടന്റ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ലെറ്റർ. ഒരു എൻഗേജ്മെന്റ് ലെറ്ററിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് പറഞ്ഞത് ഒബ്ജക്ടിവിറ്റി ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ്, പിന്നെയോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദി ഓഡിറ്റർ, മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഏതാന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം, എക്സ്പെക്ടഡ് ഫോം ആൻഡ് കോണ്ടന്റ് ഓഫ് ദി റിപ്പോർട്ടും പറഞ്ഞിട്ടുണ്ടാവണം. ഇതാണ് നമ്മൾ പറഞ്ഞ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ്. ഈ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് ആണ് നിങ്ങൾ പറയേണ്ടത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ഇനി നമ്മൾ അവിടെ പറഞ്ഞിരുന്നു, നിങ്ങളിപ്പോ സപ്പോസ് എങ്ങനെ ഒരു PFI എൻഗേജ്മെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തൊക്കെ വേണം പറയാൻ? ഈ എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റ് പ്ലസ് PFIയുടെ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡും. എൻഗേജ്മെന്റ് ലെറ്ററിന്റെ കോണ്ടന്റും PFIയുടെ മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡും. അതായത് PFIയുടെ കേസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറയും? ജനറൽ ആണോ, ലിമിറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണോ, ദെൻ ഇന്റേണൽ ആണോ, എക്സ്റ്റേണൽ ആണോ, അസംഷൻസ് എന്തൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, ദെൻ ഡ്യൂറേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ എന്താണ്, ആ ഫാക്ടേഴ്സും കൂടി പറയാം. സോ ഇതായിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ ഓഡിറ്റ് എൻഗേജ്മെന്റ്. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, സോ അത് രണ്ടും ഓർത്ത് വെക്കണം എപ്പോഴും. അതായത് മാറ്റേഴ്സ് ടു ബി കൺസിഡർഡ് ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ഉണ്ട്, ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ഉണ്ട്. ബിഫോർ അക്സെപ്റ്റിംഗ് ആൻ എൻഗേജ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഉള്ള ഫാക്ടേഴ്സ്. ബിഫോർ എഗ്രീയിങ് ദ ടേംസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് ദ കോണ്ടന്റ് ഓഫ് എൻഗേജ്മെന്റ് ലെറ്റർ. സോ കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. ഓക്കെ, ഇനി നമ്മളോട് ഏറ്റവും മേജർ ആയിട്ട് ചോദിക്കാറുള്ള മറ്റൊരു ഏരിയ ആയിരുന്നു ദ ഏരിയ ഓഫ് ക്രിട്ടിക്കൽ അപ്രൈസൽ. സോ ക്രിട്ടിക്കൽ അപ്രൈസൽ എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ വരുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക, ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് PFIയുടെ ഒക്കെ റിപ്പോർട്ട് തരും. റിപ്പോർട്ട് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ക്രിട്ടിക്കലി ആ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനെ അസസ് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെയായിരിക്കും റിക്വയർമെന്റ് വരിക. യൂസിംഗ് ദി ഇൻഫർമേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദി എക്സിബിറ്റ് 2, critically appraise the proposed auditor's report of Mark Company. You are not required to redraft the extract from the auditor's report. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നേക്കുന്ന ഇൻഫർമേഷന്റെ ബേസിസിൽ ഈ മാർക്ക് കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന് എന്ത് ചെയ്യാൻ പറഞ്ഞു? ക്രിട്ടിക്കലി അപ്രൈസ് ചെയ്യാൻ പറഞ്ഞു. ആൻഡ് നിങ്ങളുടെ അടുത്ത് അതുപോലെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഇവിടെ റീഡ്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊന്നും കൂടെ വരച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ബെഞ്ച് മാർക്ക് വെച്ചാണ് ക്രോസ് ചെക്ക് ചെയ്യേണ്ടത്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫോമാറ്റ് തരില്ല. നോർമൽ കേസിൽ നിങ്ങൾക്ക് തരാറ് എങ്ങനെയാണ്? നിങ്ങൾക്ക് ഒരു റിപ്പോർട്ടിന്റെ ഒരു എക്സ്ട്രാക്ട് ഫോം മാത്രമാണ്. നിങ്ങൾക്ക് എന്താണോ തന്നേക്കുന്നത് ആ ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? റിവ്യൂ ചെയ്താൽ മതി. നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്ന് പഠിച്ചതെന്ന് നമ്മൾ എന്തായിരുന്നു മക്കളെ ആദ്യമേ നമ്മൾ നോക്കേണ്ട അതിന് വേണ്ടിയിട്ട്? ഒരു ക്രിട്ടിക്കൽ അപ്രൈസൽ ചെയ്യാൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? ഓരോന്നിന്റെയും റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എന്ത് ചെയ്യണം? പഠിക്കണം. റിപ്പോർട്ടിംഗ് ഫോമാറ്റ് നമ്മൾ അഷുറൻസ് എൻഗേജ്മെന്റിന് പഠിച്ചിരുന്നു. അറ്റ് ദ സെയിം ടൈം ഓഡിറ്റ് എൻഗേജ്മെന്റിനും പഠിച്ചിരുന്നു. ഓഡിറ്റ് എൻഗേജ്മെന്റ് റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ടൈറ്റിൽ, പിന്നെ ഓഡിറ്റർ ബേസിസ് ഓഫ് ഒപ്പീനിയൻ പറയണം, കീ ഓഡിറ്റ് മാറ്റേഴ്സ് പറയണം, എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് പറയണം, അതർ മാറ്റർ പാരഗ്രാഫ് പറയണം, ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസും മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റീസും പറയാം, വേറെ റിപ്പോർട്ടിംഗ് റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും അത് പറയണം, എൻഗേജ്മെന്റ് പാർട്ണറുടെ പേരും സൈനും അഡ്രസ്സും എഴുതിയിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ് വിടണം. ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി ഒരു കാര്യം പറഞ്ഞു, അതർ ഇൻഫർമേഷൻ. അതർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന അതർ ഇൻഫർമേഷനകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനാണെങ്കിൽ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് എവിടെ കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് കഴിഞ്ഞ് ഉടനെ തന്നെ വേണം അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ് കൊടുക്കാൻ. എങ്ങനെയാണെങ്കിൽ അതർ ഇൻഫർമേഷനകത്തുള്ള മിസ്റ്റേക്കിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ. ഇനി ഒന്ന് പറഞ്ഞ എല്ലാവരും എന്തൊക്കെ പാരഗ്രാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്? ഒപ്പീനിയൻ ഉണ്ട്, ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. Then what do you mean by key audit matter paragraph? എന്താണ് key audit matter paragraph എന്ന് പറഞ്ഞാൽ? അവരോട് സംസാരിച്ച കാര്യങ്ങൾ. ഓക്കെ, ഡ്യൂറിംഗ് ദ കറന്റ് ഇയർ ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന്റെ അകത്തുനിന്ന് പിക്ക് ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ ഒന്ന് വിളിക്കുക? We will call it as key audit matters. Then എന്തായിരുന്നു emphasis of matter paragraph എന്ന് പറഞ്ഞാൽ? Emphasis of matter paragraph. Already financial statements അകത്ത് appropriately present ചെയ്യും ഡിസ്ക്ലോസ് ചെയ്യുകയും ചെയ്തൊരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നും കൂടി പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്? Emphasis of matter paragraph. അതർ മാറ്റർ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതർ മാറ്റർ പാരഗ്രാഫ് ഓഡിറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി. ഓഡിറ്റേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി, പിന്നെ
ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സ് യൂസേഴ്സിനെ അറിയിക്കാനും. അതായത് ഓൾറെഡി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ കറന്റ് ഇയർ ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിലോ ഓഡിറ്റേഴ്സ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തോ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തോ അഡീഷണലി ഓഡിറ്റർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? അത് മാറ്റ പാരഗ്രാഫ് എന്ന് വിളിക്കുക. ഇനി വാട്ട് യു മീൻ ബൈ അതർ ഇൻഫർമേഷൻ പാരഗ്രാഫ്? Other information financial or non-financial information which is not included in financial statement. Financial or non-financial information which is not included in the financial statements but which is included in the annual report. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ആ ഇൻകൺസിസ്റ്റൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഇഫ് യു വാണ്ട് ടു യൂസ് അതർ ഇൻഫർമേഷൻ if you want to mention anything relating to the other information you can mention it over the other information paragraph എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? Okay. Yes, sir. Then finally, what do you mean by the material uncertainty relating to going concern paragraph? And then the material uncertainty relating to going concern. Going concern uncertainty at related and their issue undenundengil. If that uncertainty relating to the going concern is appropriately presented and disclosed in the financial statements, അങ്ങനെയാണെങ്കിൽ uncertainty നെ കുറിച്ച് ഒന്നും കൂടെ emphasize ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പാരഗ്രാഫിനെയാണ് എന്തെന്ന് വിളിക്കുക? We'll call it as material uncertainty relating to going concern paragraph. Clear ആയോ എല്ലാവർക്കും? Yes, sir. Okay, fine. Properly മനസ്സിലായോ? Yes. Okay. So അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് സ്പെസിഫിക്കലി പറഞ്ഞൊരു കാര്യം ഉണ്ടായി. അതായത് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോർമലി ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ കേസിൽ? ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്നായിരിക്കും. ഓക്കെ, അഡ്രസ് ആരായിരിക്കും? ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അഡ്രസ്സി എന്ന് പറയാ. ഓഡിറ്റേഴ്സ് ഒപ്പീനിയന്റെ ഹെഡിങ് നമ്മൾ എങ്ങനെ കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഡാഷ് ഒപ്പീനിയൻ, അതേപോലെ തന്നെ എന്ത് കൊടുക്കണം? ഫോളോയിങ് ദ ബേസിസ് ഓഫ് ഡാഷ് ഒപ്പീനിയൻ എന്നായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഇപ്പം അൺമോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ഒപ്പീനിയൻ. മോഡിഫൈഡ് ഒപ്പീനിയൻ ആണ് എങ്ങനെ വേണം കൊടുക്കാൻ? മോഡിഫൈഡ് ഒപ്പീനിയൻ ആണെങ്കിൽ ഏതാണ് മോഡിഫിക്കേഷൻ അത് വേണം മെൻഷൻ ചെയ്യാൻ. അതായത് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് എന്ത് പറയണം? ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ, ബേസിസ് ഓഫ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആണെങ്കിലോ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, ബേസിസ് ഓഫ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. അങ്ങനെ ആയിരിക്കണം മെൻഷൻ ചെയ്യുന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ പറഞ്ഞത്? പെർഫെക്റ്റ്. സോ എപ്പോഴും ഓർത്ത് വെക്കുക, ടൈറ്റിൽ എഴുതണം, അഡ്രസ് എഴുതണം, ഒപ്പീനിയൻ കഴിഞ്ഞ് എഴുതണം. ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ആണ് എന്ത് വരേണ്ടത്? ബേസിസ് ഓഫ് ഒപ്പീനിയൻ പാരഗ്രാഫ് വരേണ്ടത്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് നല്ല രീതിയിൽ ബൈഹേർട്ട് വേണമെങ്കിൽ അങ്ങനെ പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. PFI, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ടിംഗ്. കാരണം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നൊരു കാര്യമാണ് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഇവർ നിങ്ങൾക്ക് ഡയറക്ട്ലി ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ട് പോലും റിട്ടൺ എക്സാം ആയിട്ട് പോലും ചോദിച്ചിട്ടുണ്ടായി എന്താണ് PFIയുടെ എക്സാമിനിങ് ഫോമാറ്റ് എന്നുള്ളത്, റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ PFIയുടെ കേസിൽ അങ്ങനെ വരാം. സോ എപ്പോഴും PFIയുടെ ഫോമാറ്റ് ഓർത്ത് വെക്കുക. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. PFIയുടെ കേസിൽ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു PFI? വാട്ട് യു മീൻ ബൈ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ? ബഡ്ജറ്റ് അല്ലെങ്കിൽ ഫോർകാസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുക പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എന്ന് വിളിക്കുക. അതായത് അസംഷൻസിന്റെ ബേസിസിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡേറ്റ. ടൈറ്റിൽ എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് തന്നെയായിരിക്കും. അഡ്രസ്സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവിടെ? അഡ്രസ്സി ആയിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അങ്ങനെയല്ല നമ്മൾ പറഞ്ഞ അഡ്രസ്സി വിൽ ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരിക്കലും PFI നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കില്ല. അഡ്രസ്സി ആയിട്ട് നമ്മൾ ആരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ കീപ് ദാറ്റ് വൺ ഇൻ മൈൻഡ്. ദെൻ സബ്ജക്ട് മാറ്റർ എന്താന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവണം. പിന്നെയോ പിന്നെന്തൊക്കെയായിരുന്നു? എന്താണോ ആപ്ലിക്കബിൾ ലോ ആൻഡ് റെഗുലേഷൻ അതിലേക്ക് റെഫറൻസ് കൊടുത്തിട്ടുണ്ടാവണം. മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? റിപ്പോർട്ടിംഗ് അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് പറയണം. പിന്നെ എന്തൊക്കെയാന്ന് പറയാനുണ്ടായിരുന്നത്? നോക്കിയിട്ട് പറ. ലിമിറ്റഡ് ആണോ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ള കാര്യം പറയണം. പിന്നെയോ നെഗറ്റീവ് അഷുറൻസ് ആയിരിക്കണം. പിന്നെ അസംഷൻസ് എന്തൊക്കെയാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവണം. കേവിയേറ്റ് പറയണം. എന്തായിരുന്നു നോക്കുക? കേവിയേറ്റ് എന്ന് പറഞ്ഞാല് ലിമിറ്റേഷൻസ് ആയിരുന്നു അല്ലെ? ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്നുള്ളത് പറയണം. സിഗ്നേച്ചറും അഡ്രസ്സും എഴുതണം. റിപ്പോർട്ടിൽ ഡേറ്റ് എഴുതി സൈൻ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇതായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അത് നമ്മൾ പറഞ്ഞു ISI 3400 പ്രകാരം പറഞ്ഞേക്കുന്ന മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഫോമാറ്റ് ആണിത്. PFIയുടെ കേസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് തരും.
നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ഉണ്ട്. റോക്കറ്റ് കമ്പനിക്കകത്ത് സാൻസിയോ അല്ല, റോക്കറ്റ് കമ്പനിക്കകത്ത് ഏതായിരുന്നു ടുലിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റൻ. ആ ക്വസ്റ്റൻ എല്ലാവരും ഒന്നും കൂടെ റീപെർഫോം ചെയ്ത് നോക്കുക. പുതിയ കിറ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ പഴയ കിറ്റ് എടുത്ത് നോക്കുക എല്ലാവരും. കാരണം ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും അതിന്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. റോക്കറ്റ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റന്റെ തേർഡ് ക്വസ്റ്റൻ, സി പാർട്ട്, ടുലിപ്പ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റൻ. സോ പ്ലീസ് ഗോ ത്രൂ ദാറ്റ് എവരിവൺ. ഓക്കെ, ഇനി ആഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റനിലേക്കാണ് നമ്മൾ വന്നത്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും? ക്രിട്ടിക്കലി അസസ് ചെയ്യാൻ പറയും. ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ക്രിട്ടിക്കലി അസസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ദാറ്റ് യു ഹാവ് ടു ഫോളോ സെർട്ടൻ ബെഞ്ച് മാർക്ക്. നിങ്ങൾ റാൻഡംലി അവിടെ പോയിട്ട് കുറെ തപ്പി എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കല്ല ചെയ്യേണ്ടത്. വെൻ യു ഗെറ്റ് എ ക്വസ്റ്റൻ യു മസ്റ്റ് എൻഷുർ ദാറ്റ് അവിടെ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വേണം നിങ്ങൾ നോക്കാനായിട്ട്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ ഒരു ക്വസ്റ്റൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കണം എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ അപ്രൈസലിന്റെ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നോക്കേണ്ടത്? ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കുക, അല്ലെ? ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കുക. അതായത് ഇവിടെ നിങ്ങൾക്ക് സിനാരിയോ തന്നിട്ടുണ്ട്. ഈ സിനാരിയോനെ ബേസ് ചെയ്ത് എന്ത് ഒപ്പീനിയൻ ആണ് ശരിക്കും കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ നോക്കണം. അതായത് നിങ്ങൾ അവിടുത്തെ മിസ്റ്റേറ്റ്മെന്റ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യുക. നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഡേ ക്വസ്റ്റൻ ചെയ്ത പോലെ തന്നെ ആ മിസ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ ആണോ നോക്കണം, അത് പെർവേസീവ് ആണോ നോക്കുക. മെറ്റീരിയൽ ആണോ പെർവേസീവ് ആണോ എന്ന് കൺസിഡർ ചെയ്തിട്ട് അവിടെ എന്ത് ഒപ്പീനിയൻ കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. അടുത്തതായിട്ട് ഇവർ ഈ തന്നേക്കുന്ന ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒപ്പീനിയൻ കറക്റ്റ് ആണോ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒപ്പീനിയൻ തെറ്റാണെന്ന് പറയുക. രണ്ടാമത് നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഹെഡിങ്സ്. അതായത് നോർമലി ഈ ഒപ്പീനിയൻ അതേപോലെ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ. ഈ ഒപ്പീനിയൻ അല്ലെങ്കിൽ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഹെഡിങ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കണം. നമുക്കറിയാം ഫോളോയിങ് ദ ഒപ്പീനിയൻ പാരഗ്രാഫ് ആണ് ബേസിസ് ഓഫ് ഒപ്പീനിയൻ വരേണ്ടത്. ഇവിടെ ഒപ്പീനിയൻ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഹെഡിങ് കറക്റ്റ് ആണോ? അല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്നുള്ള ഹെഡിങ് ആദ്യമേ കൊടുക്കണം. അവിടെ എങ്ങനെയാണ് നമ്മുടെ ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്തേക്കുന്നുള്ളത് പറയണം. അതിനുശേഷം നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ടാണ് എന്ത് വേണ്ടത്? ബേസിസ് ഓഫ് ഒപ്പീനിയൻ വരേണ്ടത്. സോ ഇവിടെ അപ്രോപ്രിയറ്റ്ലി അവർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് നമുക്ക് തെറ്റാന്ന് പറയാം. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് അൺപ്രൊഫഷണൽ ആയിട്ടുള്ള വേർഡിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അൺപ്രൊഫഷണൽ വേർഡിങ്സ് ഉണ്ടോ എന്ന് നോക്കണം. അതായത് അൺപ്രൊഫഷണൽ വേർഡിങ്സ് പറയുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നു ഫിനാൻസ് ഡയറക്ടർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ല എന്ന്. ഒരിക്കലും നമ്മൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് ഒരാളുടെയും പേരെടുത്ത് സ്പെസിഫൈ ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്നു വി ഡോണ്ട് തിങ്ക് ദാറ്റ്, വി ഡോണ്ട് ഫീൽ ദാറ്റ്, വി ഡോണ്ട് ബിലീവ് ദാറ്റ്. ഇങ്ങനെയുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ എപ്പോഴും എവിഡൻസിന്റെ ബേസിസിലാണ് കൺക്ലൂഷൻ ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് യു തിങ്ക് ഓർ വാട്ട് യു ബിലീവ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും അൺപ്രൊഫഷണൽ വേർഡിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. നാലാമതായിട്ട് മിസ്റ്റേറ്റ്മെന്റ് എത്രയാണോ ക്വസ്റ്റനിലുള്ളത് ആ മിസ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിന്റെ അകത്ത് ക്വാണ്ടിഫൈഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കണം. മിസ്റ്റേറ്റ്മെന്റ് ക്വാണ്ടിഫൈഡ് ആവുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എത്രയാണ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവണം ബേസിസ് ഓഫ് ഒപ്പീനിയന്റെ അകത്ത്. സോ ബേസിസ് ഓഫ് ഒപ്പീനിയന്റെ അകത്ത് എത്രയാണ് എമൗണ്ട് ഓഫ് മിസ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അതും എന്തായിരിക്കും? മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി അഞ്ചാമതായിട്ട് അബ്രിവിയേഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ IFRS എന്നുള്ള ടേം യൂസ് ചെയ്യാണ്. സോ വെൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു യൂസ് ദ അബ്രിവിയേഷൻസ്. IFRS എന്നുള്ള ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. യു മസ്റ്റ് എക്സ്പാൻഡ് ഇറ്റ് ടു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഏതാണോ അബ്രിവിയേഷൻ അത് യൂസ് ചെയ്യാൻ പാടില്ല. യു ഷുഡ് യൂസ് ദ ഫുൾ ഫോം ഓഫ് വാട്ട് എവർ യു നീഡ് ടു മെൻഷൻ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്രിവിയേഷൻസിന്റെ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് സ്റ്റാൻഡേർഡ് നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതായത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് എങ്ങനെയായിരിക്കും? റെലവൻറ്റ് സ്റ്റാൻഡേർഡ്, the auditor have performed the audit in accordance with the relevant standard. The client have not prepared their financial statements in accordance with relevant standard എന്ന് പറഞ്ഞിട്ടുണ്ടാവും, which is not allowed. ഏതാണോ റെലവൻറ്റ് സ്റ്റാൻഡേർഡ് ആ സ്റ്റാൻഡേർഡ് നെയിം ആൻഡ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത്. ഇഫ് ബോത്ത് ഓഫ് ദാറ്റ് ആർ നോട്ട് പ്രൊവൈഡഡ് ഇറ്റ്സ് എ മിസ്റ്റേക്ക്. അത് അവോയ്ഡ് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറയാം. ഇനി എഗെയിൻ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് നെയിമും കാര്യങ്ങളും ഒക്കെ. അടുത്തായിട്ട് വേഗ് ഇൻഫർമേഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. വേഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നിങ്ങളോട് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ പറയും we refer to note number in the we refer to the notes to financial statements which represents a contingent liability relating to blah 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 എന്ന് പറഞ്ഞ പോയിട്ടുണ്ടാവും. പക്ഷെ അത് ഏത് നോട്ട് നമ്പർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. വിത്തൗട്ട് മെൻഷനിങ് ദ നോട്ട് നമ്പർ ഏത് നോട്ട് ആണെന്ന് ഒരു FSC ട്രൈ ചെയ്യാൻ എളുപ്പമായിരിക്കുമോ യൂസേഴ്സിന്? അല്ല. അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അക്വിസിഷൻ ഓഫ് ദി സബ്സിഡറി there was a goodwill എന്ന് പറഞ്ഞു പോയിട്ടുണ്ടാവും. പക്ഷെ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് അക്വിസിഷൻ ഓഫ് സബ്സിഡറി എന്ന് പറഞ്ഞാൽ കുറെ സബ്സിഡറീസ് ഉള്ള കമ്പനി ആണെങ്കിൽ അത് ഏത് സബ്സിഡറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് കൺവേ ആവില്ല. സോ ഇറ്റ്സ് എ വേഗ് ഇൻഫർമേഷൻ.
അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ മെയിൻലി നോക്കുന്നുണ്ടാവുക. ഡിഡ് ഐ മിസ് സംതിങ്? എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒപ്പീനിയൻ നോക്കണം, ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഹെഡിങ് കറക്റ്റ് ആണോ നോക്കുക, അൺപ്രൊഫഷണൽ വേർഡിംഗ് ഉണ്ടോ എന്ന് നോക്കുക, മിസ്റ്റേറ്റ്മെന്റ് ക്വാണ്ടിഫൈഡ് ആണോ നോക്കുക, അബ്രിവിയേഷൻസ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ, സ്റ്റാൻഡേർഡ് നെയിം കറക്റ്റ് ആയിട്ട് തന്നെയാണോ യൂസ് ചെയ്തേക്കുന്നത്, വേഗ് ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇനി അതുപോലെ തന്നെ എക്സ്പ്ലനേറ്ററി പാരഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ കീ ഓഡിറ്റ് മാറ്റർ പാരഗ്രാഫോ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടോ, അവർ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് എന്താന്ന് നോക്കി, മാർക്ക് കമ്പനീസ് ഫേസിംഗ് എ ലീഗൽ ക്ലെയിം ഫോർ എമൗണ്ട് ഓഫ് 50,000 ഫ്രം എക്സ് എംപ്ലോയ്. In our opinion, this amount should be recognized as a provision, but it is not included in the statement of financial position. We draw your attention to this breach of relevant international financial reporting standards. ഇവിടെ പറഞ്ഞേക്കുന്നത് എംഫസിസിന്റെ അകത്ത് അവർ പറയാണ് 50,000 ഒരു ലീഗൽ ക്ലെയിം ഉണ്ടായിരുന്നു, അവിടെ അവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ടാണ് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യുക? അല്ല. എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, മെറ്റീരിയൽ ആയിട്ടുള്ള മാറ്റേഴ്സ് മാത്രമേ എംഫസിസിൽ പറയുള്ളൂ. രണ്ട്, ഓൾറെഡി അപ്രോപ്രിയറ്റ്ലി പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള കാര്യം മാത്രമേ പറയുള്ളൂ. ഒരു മിസ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിൽ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. യു കനോട്ട് ഇൻക്ലൂഡ് ദാറ്റ്. അപ്പൊ എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫിന്റെ യൂസേജ് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറയാം. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ എവരിവൺ? ഓക്കെ. അപ്പം ഈ ഫാക്ടേഴ്സ് ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് പ്രൈമറി ആയിട്ട്. ഇനി ഇഫ് യു ആർ ഗെറ്റിംഗ് എസ്പെഷ്യലി എ ക്വസ്റ്റൻ ഓൺ PFI ആൻഡ് ഓൾ, നിങ്ങൾ എന്തും കൂടെ കൺസിഡർ ചെയ്യണം. യു ഓൾസോ ഹാവ് ടു കൺസിഡർ ദ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് ആസ് വെൽ. എന്താണോ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് അതും കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവണം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റൻ തന്നെ, ഇപ്പൊ ടുലിപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റൻ ആണ്. ആ ക്വസ്റ്റൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണോ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്, ആ റിപ്പോർട്ടിംഗ് ഫോർമാറ്റും കൂടി ക്ലിയർ ആയിട്ട് നോക്കി പോവാ. ഇപ്പൊ ഇതുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള PFIയുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടാണ് കൊടുത്തേക്കുന്നത്. ഈ PFIയുടെ മേലുള്ള ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ end to end ഉണ്ട്. ഫ്രം ദ ടൈറ്റിൽ ടു ദ ഡേറ്റ് ഉണ്ട്. സോ ഫ്രം ദാറ്റ് ഈച്ച് എലമെന്റ് നിങ്ങൾ ട്രേസ് ചെയ്യണം. അവിടെ ഇപ്പൊ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഇവിടെ IFRS എന്ന് എഴുതിയിട്ടുണ്ട്, പറ്റൂല എന്നുള്ളത് പറയാം. ഇവിടെ they have addressed it to shareholders. We know that it must be addressed to board of directors. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ള ഈ ബെഞ്ച് മാർക്കുമായിട്ടും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. അതായത് അവർ സബ്ജക്ട് മാറ്റർ എഴുതിയിട്ടുണ്ടോ, ആപ്ലിക്കബിൾ ലോ ആൻഡ് സ്റ്റാൻഡേർഡ് അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടോ, ദെൻ അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ടോ, പർപ്പസ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, നെഗറ്റീവ് അഷുറൻസ് ആണോ കൊടുത്തേക്കുന്നത്, വായിച്ചു നോക്കുക. സോ ഇങ്ങനെ വായിച്ചു നോക്കിയിട്ടായിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? ഇസ് എ ക്ലിയർ എവരിവൺ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയായിരിക്കും നമുക്ക് ക്രിട്ടിക്കൽ അപ്രൈസൽസിന്റെ ക്വസ്റ്റ്യൻസ് വരിക. സോ whenever you get a question on critical appraisal, ensure and keep in mind that critical appraisal വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും സ്കെപ്റ്റിക് ആയിട്ടാണ് തിങ്ക് ചെയ്യേണ്ടത്. അതായത് you have to cross check it with your benchmark വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, whatever have to be included, whether they have been included or not, then that is what you have to provide as your answer. അവിടെ നിങ്ങൾ ഓരോന്നും പിക്ക് ചെയ്തിട്ട് you will be explaining in your own words and you have to state what is the misstatement and why do you consider it as a misstatement. That is what you have to state there. Clear ayo? Is it clear everyone? Yes sir. Yes, sir. Fine. ഇനി നമുക്ക് അതേപോലെ തന്നെ ഒരു ഡൈവേഴ്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് the area of advertisement. So advertisement, what all were the regulations in relation to the advertisement? ACCA rule book പ്രകാരം ACCA മെമ്പേഴ്സിന് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ പറ്റുമോ അവരുടെ പ്രൊഫഷണൽ സർവീസ്? Yes. പറ്റും. അവിടെ ഉണ്ടായിരുന്ന റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? It should not adversely affect on any ACCA member, ACCA or accounting profession as a whole. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു അഡ്വർടൈസ്മെന്റിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? Must be to inform about the services that we deliver and it should not be for the purpose of influencing others. അല്ലെ? ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാവരുത്, നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം അഡ്വർടൈസ്മെന്റ്. അത് നമ്മൾ പറഞ്ഞൊരു ACCA മെമ്പർക്ക് അവരെ തന്നെ വേണമെങ്കിൽ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ACCA എന്നോ ഏത് ടേം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഒരു കമ്പനി നെയിമിന്റെ കൂട്ടത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ACCA എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പ്രാക്ടീസിങ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അക്കൗണ്ടിങ് ഫേമിന് ഫേം ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിനോ ACCA പ്രാക്ടീസിനോ അവരുടെ പേരിന്റെ കൂട്ടത്തിൽ വെക്കാം. ഹവർ അവിടെയുള്ള ക്രൈറ്റീരിയ എന്തായിരുന്നു?
നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഹാഫ് ഓഫ് ദി മെമ്പർ ആയിരിക്കണം. ഹാഫ് ഓഫ് ദി പാർട്ട്നേഴ്സ് ACCA മെമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ മോർ ദാൻ ഹാഫ് ഓഫ് ദി വോട്ടിംഗ് റൈറ്റ് ആർക്കായിരിക്കണം? ACCA മെമ്പേഴ്സിനായിരിക്കണം. ഇനി ഒരു മിക്സഡ് ഫേം ആണെങ്കിൽ, ബിഫോർ ദാറ്റ് നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ 100% മെമ്പേഴ്സ് ACCA മെമ്പേഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? മെമ്പേഴ്സ് ഓഫ് അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് വെക്കാം നമ്മുടെ പ്രൊഫഷണൽ സ്റ്റേഷനറിക്കകത്ത്. ഹവർ നമ്മൾ പറഞ്ഞു അവിടെ നമുക്കൊരു മിക്സഡ് ഫേം ആണുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. ഇൻസ്റ്റഡ് പാർട്ട്നേഴ്സ് ഓഫ് ദിസ് ഫേം ആർ മെമ്പേഴ്സ് ഓഫ് ഈദർ ACCA ഓർ ICAEW എന്ന് പറഞ്ഞിട്ട് വേണം വെക്കാനായിട്ട്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ACCയുടെ ലോഗോ യൂസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള റെഗുലേഷൻ പഠിച്ചു നമ്മൾ. ACCയുടെ ലോഗോ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു മെമ്പറെങ്കിലും ACCA മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ACCയുടെ ലോഗോ നമുക്ക് പ്രൊഫഷണൽ സ്റ്റേഷനറിയിൽ യൂസ് ചെയ്യാം. ACCയുടെ ലോഗോയും ഫേമിന്റെ ലോഗോയും എന്തായിരിക്കണം എന്ന് പറഞ്ഞു? സെപ്പറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പൊസിഷനും സൈസും കളർ ഓഫ് ACCA ലോഗോ എല്ലാം എന്തായിരിക്കണം? ACCയുടെ തന്നെയാണ് ക്ലിയർലി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, അല്ലെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ലോഗോ. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നായിരിക്കും എടുക്കുന്നുണ്ടാവുക? ACCയുടെ വെബ്സൈറ്റിൽ നിന്നായിരിക്കും ലോഗോ എടുക്കുന്നുണ്ടാവുക. ഇനി പ്രാക്ടീസിങ് ഫേമിന്റെ പേര് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ഡിഗ്നിറ്റി ഓഫ് ദി പ്രൊഫഷനുമായിട്ട് ചേർന്ന രീതിയിലായിരിക്കണം പ്രാക്ടീസിങ് ഫേമിന്റെ പേരുണ്ടാവേണ്ടത്. അതൊരിക്കലും എന്താവാൻ പാടില്ല? മിസ്ലീഡിങ് ആവാൻ പാടില്ല. നമ്മുടെ ഫേമിന്റെ പേര് മറ്റൊരു ഫേമിന്റെ പേരുമായിട്ട് കൺഫ്യൂസിങ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ സോൾ പ്രാക്ടീഷണർ ആണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്കാണ് ഫേം റൺ ചെയ്യുന്നതെങ്കിൽ ആൻഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ടേം യൂസ് ചെയ്യാൻ പാടില്ല. പഠിച്ചതല്ലായിരുന്നു നമ്മള്? ഓക്കെ. ഇനി ഓഡിറ്റ് ഫീസ് അതുപോലെ തന്നെ ഡിറ്റർമൈൻ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. ഫീസ് നമുക്ക് എത്രയാ ചാർജ് ചെയ്യാൻ പറ്റുക? ഓഡിറ്റ് ഫീസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് എന്താ? എത്രയാണ് ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ട് തോന്നുന്നത് അത് എത്ര വേണമെങ്കിലും ചാർജ് ചെയ്യാം. മിനിമം അത് എത്രയായിരിക്കണം എന്നാ പറഞ്ഞത്? നമുക്ക് ഫീസ് കോസ്റ്റ് എത്രയാണോ ഇൻകർ ആയത് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ വേണ്ടി ആ കോസ്റ്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫീസ് ആയിരിക്കണം. അപ്പൊ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത് എന്താ? കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് സർവീസ് നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ടായിരിക്കും ഫീസ് ഡിറ്റർമൈൻ ചെയ്യുക. ഇനി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഫെയർ ആൻഡ് റീസണബിൾ ആയിട്ടുള്ള എത്ര ഫീസ് വേണമെങ്കിലും ചാർജ് ചെയ്യാം. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? എത്രത്തോളം വർക്കാണ് നമ്മൾ പെർഫോം ചെയ്തേക്കുന്നതെന്ന് കൺസിഡർ ചെയ്യണം. പിന്നെയോ ഫീസ് എന്തിന്റെ ബേസിസിലായിരിക്കും നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടാവുക? ക്ലയന്റുമായിട്ട് ചിലപ്പോൾ ഓൾറെഡി അഗ്രി ചെയ്തതിന്റെ ബേസിസിലായിരിക്കും. അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചേക്കുന്ന ഫീസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മൾ പറഞ്ഞു ഫീസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. എന്തൊക്കെയാണെന്ന് വേഗം പറഞ്ഞേ. സീനിയോറിറ്റി ഓഫ് ദി പേഴ്സൺ, ഓരോരുത്തർ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രയാണ് എടുക്കുന്നത്, ക്ലയന്റിനെ സംബന്ധിച്ച് വർക്ക് എത്രത്തോളം അർജന്റ് ആണ്, ക്ലയന്റിന് ഈ വർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഓവർ എക്സ്പെൻസസ് എത്രയാണ് ഇൻകർ ആവുന്നത്. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുന്നേ കൺസിഡർ ചെയ്യണമെന്ന് പഠിച്ചു. ഇനി നമ്മൾ അതുപോലെ തന്നെ പറഞ്ഞു ഒരു കാരണവശാലും ഫീസ് എന്താവാൻ പാടില്ല? പെർസെന്റേജോ കണ്ടിജന്റ് ബേസിസിലോ അല്ലെങ്കിൽ സിമിലർ ബേസിസിലോ ഒന്നും ആവാൻ പാടില്ല. ലോ ബോളിങ്ങും റെഫറൽ ഫീസും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ലോ ബോളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫീസ് കുറച്ച് കോട്ട് ചെയ്യുന്നതാണ് ലോ ബോളിംഗ്. എക്സാക്ട്ലി. നമ്മുടെ ഫീസ് റെഡ്യൂസ് ചെയ്യുന്നു, പ്രൊപ്പോർഷനലി എന്തും റെഡ്യൂസ് ചെയ്യും, ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റും റെഡ്യൂസ് ചെയ്യും. ഫീസും ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റും റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വിൽ കോൾ ഇറ്റ് ആസ് ലോ ബോളിംഗ്. ഇനി നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചൊരു ഫാക്ടർ ഉണ്ട്. ഫീസ് നമുക്ക് വേണമെങ്കിൽ എന്തിന്റെ ബേസിസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു? അവർലി റേറ്റിൽ സെറ്റ് ചെയ്യാം. അതായത് ഓരോ ഗ്രേഡ് ഓഫ് സ്റ്റാഫും എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്ന ഓഡിറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ അവര് എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്ത് മൾട്ടിപ്ലൈഡ് ബൈ അവർലി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. വി വിൽ ടേക്ക് ഇറ്റ് ആസ് എ ഓഡിറ്റ് ഫീ. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും? ആൻഡ് ഫൈനലി നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് വാട്ട് എവർ യു ഫീൽ ആസ് അപ്രോപ്രിയേറ്റ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫീസായിട്ട് ചാർജ് ചെയ്യാം. എത്ര കുറച്ച് നിങ്ങൾ ഫീസായിട്ട് ചാർജ് ചെയ്താലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടോ? ഇല്ല. എത്ര കുറച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ഫീസായിട്ട് ചാർജ് ചെയ്യാം. ബട്ട് നമുക്ക് അതുപോലെ തന്നെ ഫീസ് ചാർജ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരേ ഒരു കാര്യം മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഫീസ് എത്ര വേണമെങ്കിലും കുറച്ച് കോട്ട് ചെയ്തോ, ബട്ട് യു ഷുഡ് നെവർ റെഡ്യൂസ് എ ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ്. അതല്ലേ നമ്മൾ പറഞ്ഞത്? അതായത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ബേസിസിലാണ് നിങ്ങൾ വർക്ക് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഇഷ്യൂസ്. ഒരേ ഒരു ഫാക്ടറേ ഉള്ളൂ, ക്വാളിറ്റി ഓഫ് ദി ഓഡിറ്റ് റെഡ്യൂസ്ഡ് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റെഡ്യൂസ് ദ ഓഡിറ്റ് ഫീ. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. Okay. So അപ്പം നമ്മളോട് എക്സാമിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ either you might be getting a question on advertisement. അഡ്വർടൈസ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിറ്റിലാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ചെയ്യാനുള്ളൂ. There is a question called Zanzio.
I believe you might have gone through that. നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തു തരുന്ന ക്വസ്റ്റ്യൻ, സാൻസിയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, whereby you will be getting an advertisement. അഡ്വർടൈസ്മെന്റ് തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയും, അവിടെ ആ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്തൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് തന്നേക്കുന്നതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോ എന്തൊക്കെയാണോ റെഗുലേഷൻസ് പഠിച്ചത് അത് വെച്ച് നോക്കുക. ഇപ്പൊ നോക്കി, how we charge enough for your accountant charging too much for the poor quality services. നിങ്ങളോട് ചോദിച്ചു അക്കൗണ്ടന്റ് പൂർ ക്വാളിറ്റി സർവീസ് എന്നിട്ട് ഒരുപാട് ചാർജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതെന്താ ശരിക്കും, they are trying to discredit other accountants. അത് അലൗഡ് ആണോ സ്റ്റാൻഡേർഡ്സ് പ്രകാരം? അല്ല, they should not do that. അതേപോലെ തന്നെ നമുക്കറിയാം എയിം ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, must be to inform about the services that we provide and should not be for the purpose of impressing others. അപ്പൊ ഇവിടെ നമുക്ക് അഡ്വർടൈസ്മെന്റ് കൊടുത്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം, which is not allowed. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പറയാം. പറഞ്ഞു മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം, ബേസ്ലെസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, അതായത് വിത്തൗട്ട് റീസണബിൾ ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ വിത്തൗട്ട് റീസണബിൾ എന്താ പറയാ ജഡ്ജ്മെന്റ്സ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടോ, അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒന്നും ഇല്ലാതെ അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ, ദെൻ അവരതുപോലെ തന്നെ എന്തെങ്കിലും എത്തിക്കൽ ത്രെട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അഡ്വർടൈസ്മെന്റ് നടത്തുമ്പോൾ, അതായത് അവർ പറയുന്നു ഓഡിറ്റ് ക്ലയന്റിന് ഫ്രീ ബിസിനസ് അഡ്വൈസ് കൊടുക്കാമെന്ന്, അവിടെ എന്തെങ്കിലും എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ടോ. ഇവിടെ അതുപോലെ തന്നെ അവരുടെ ഓഡിറ്റ് ടീമിന്റെ കോമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ 30 പാർട്ട്നേഴ്സ് ആണുള്ളത്, ഔട്ട് ഓഫ് വിച്ച് 10 പേര് ACCA മെമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അവർ ആറാൻകോ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ അവർക്ക്? ഇല്ല. ഹാഫ് ഓഫ് ദി ഓഡിറ്റ് ടീമിലെ മെമ്പേഴ്സ് എന്തായിരിക്കണം, ACCA മെമ്പേഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദി വോട്ടിംഗ് റൈറ്റും അവർക്കായിരിക്കണം. അത് രണ്ടും ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ദേ ഷുഡ് നോട്ട് യൂസ് ദാറ്റ്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ അഡ്വർടൈസ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായ എല്ലാവർക്കും? Is it clear everyone? Okay. ഓർമ്മയുണ്ടോ ഈ ക്വസ്റ്റ്യൻ ചെയ്ത്? അപ്പൊ അഡ്വർടൈസ്മെന്റ് ആ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കോണേ, കാരണം വെൽ വി ഹാവ് ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റ്യൻ ഓവർ ദേർ. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും നോക്കുക. ഇനി അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഏരിയ കോൾ ടെൻഡറിങ്. എന്തായിരുന്നു ടെൻഡറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ടെൻഡറിങ്? എന്തായിരുന്നു മക്കളെ ടെൻഡറിങ് എന്ന് പറഞ്ഞാല്? എൻഗേജ്മെന്റ് ലെറ്റർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മള് ക്ലയന്റിന് കൊടുക്കുന്ന ഒരു ഫോം, ലെറ്റർ ഫോർമാറ്റ് ആണോ? പ്രൊപ്പോസൽ അല്ലെ? പ്രൊപ്പോസൽ. ഓഡിറ്റ് പ്രൊപ്പോസൽ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറഞ്ഞാല് നമ്മളൊരു ക്ലയന്റിന്റെ കയ്യിൽ നിന്ന് ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ക്ലയന്റിന്റെ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലിറ്ററലി വി വിൽ ബി പ്രസന്റിങ് അവർ ഫേം ടു ദ ക്ലയന്റ്. അപ്പൊ നമ്മളെ നമ്മുടെ ഫേമിന്റെ അടുത്ത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ആ ഫേമിനെ പ്രസന്റബിൾ ആക്കി വേണം കാണിക്കാൻ. ലിറ്ററലി വിച്ച് മീൻസ് ദാറ്റ് ക്ലയന്റിന് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, കോൾ ഇറ്റ് ആസ് ഓഡിറ്റ് പ്രൊപ്പോസലോ ടെൻഡർ. അപ്പൊ നിങ്ങളോട് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും. നിങ്ങളോട് ചോദിക്കും, എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഓഡിറ്റ് പ്രൊപ്പോസൽ അതർ ദാൻ ദോസ് റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഫീസ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് ഫീസ് ഒഴിച്ച് സ്പെസിഫിക്കലി ഈ ക്ലയന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ടെൻഡർ ഡോക്യുമെന്റിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങളോട് പറഞ്ഞു സ്പെസിഫിക് മാറ്റേഴ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്, അതായത് ഈ ക്ലയന്റിന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പ്രോപ്പർലി നോക്കേണ്ടത്? ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സിനാരിയോക്കകത്ത് നോക്കുക എന്തൊക്കെയാണ് ഇവർ ഈ ക്ലയന്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഈ ക്ലയന്റിന് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ ഒരു പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് നമ്മളോട് ചോദിച്ചത്, അല്ലാണ്ട് പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യാനല്ല നമ്മളോട് പറഞ്ഞ് പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ചോദിച്ചത്. ഒരു പ്രൊപ്പോസലിനകത്ത് നമ്മൾ ഏറ്റവും ആദ്യം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇറ്റ് വിൽ ബി ഔട്ട്ലൈൻ അബൌട്ട് ദ ഓഡിറ്റ് ഫേം. ഓഡിറ്റ് ഫേമിനെ കുറിച്ചിട്ടുള്ള ഔട്ട്ലൈൻ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് ഓഡിറ്റ് ഫേമിന്റെ ഹിസ്റ്ററി പറയുക, ഓഡിറ്റ് ഫേമിന്റെ സർവീസസ് എവിടേക്കാണ് ഓഫർ ചെയ്യുന്നത്, ലൊക്കേഷൻ ഓഫ് ദി ഓഡിറ്റ് ഫേം ഏതാണ്, അത് വേറെ ഏതെങ്കിലും അസോസിയേഷന്റെ മെമ്പേഴ്സ് ആണോ, ഇതാണ് നമ്മൾ ആദ്യമേ പറയേണ്ടത്. യു ഹാവ് ടു പ്രൊവൈഡ് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേം. സോ ഈ ഔട്ട്ലൈൻ ഓഫ് ദി ഓഡിറ്റ് ഫേം എവിടെ നിന്ന് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ തന്നെ ദേ വിൽ ബി പ്രൊവൈഡിങ് അബൌട്ട് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഫേം. അപ്പൊ നിങ്ങൾ പറയണം ആദ്യം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഔട്ട്ലൈൻ ഓഫ് ദി ഫേം ആണ്, അത് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറയണം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ക്ലയന്റിന് മൾട്ടിപ്പിൾ കൺട്രീസിൽ ഓപ്പറേഷൻസ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഓഡിറ്റ് ഫേമിനും മൾട്ടിപ്പിൾ കൺട്രീസിൽ ഓഡിറ്റ് ഫേം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പറയാം ഔട്ട്ലൈൻ ഓഫ് ദി ഫേമിന്റെ അകത്ത് നമ്മുടെ ഫേമിന് എവിടെയൊക്കെ ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറയണം. കാരണം ക്ലയന്റും മൾട്ടിനാഷണൽ കമ്പനിയാണ്. സോ നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെയൊക്കെ ക്ലയന്റിന് ഓഫീസ് ഉണ്ടെങ്കിൽ അവരുടെ വർക്ക് നമുക്ക് ആ ഏരിയാസിലേക്കും കൂടെ ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യണം എന്ന് പറയാം.
സോ വാട്ട് എവർ ബി ദ തിങ്സ് ദാറ്റ് യു ഇൻക്ലൂഡ്, അത് എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടി പറയാം. വാട്ട് ആൻഡ് വൈ. ഇനി അടുത്തത് ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറയണം. ക്ലയന്റിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ സ്പെസിഫിക്കലി ശ്രദ്ധിക്കേണ്ടത്, ചില ക്വസ്റ്റൻസ് നിങ്ങളോട് പറയും ഇറ്റ്സ് എ ഫസ്റ്റ് ഇയർ ഓഡിറ്റ് ഫോർ ദ ക്ലയന്റ്. അതായത് ക്ലയന്റ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു ഓഡിറ്റിംഗ് റിക്വയർമെന്റ് മീറ്റ് ചെയ്യാത്ത ക്ലയന്റ് ആണ്, ഫസ്റ്റ് ടൈം അവരാണ് അവർ ഓഡിറ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈം ക്ലയന്റ് ആണെങ്കിൽ അവിടെ എന്തുകൊണ്ട് മെൻഷൻ ചെയ്യാൻ പറയണം? റെഗുലേറ്ററി ഫ്രെയിംവർക്കും അതേപോലെ തന്നെ ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ആൻഡ് മാനേജ്മെന്റും കൂടി ക്ലിയർലി സ്പെസിഫൈ ചെയ്യാൻ പറയണം റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റിന്റെ അകത്ത്. ഇനി ഓഡിറ്റ് അപ്രോച്ചിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യാൻ പറയാം. അവിടെ നിങ്ങൾ പറയേണ്ടത്, നിങ്ങളോട് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും ഓഡിറ്റ് ക്വയറ്റ് എന്താ പറയാ, ഇവരെ ഒട്ടും ശല്യപ്പെടുത്താതായിരിക്കണം, ഡിസ്ട്രിപ്റ്റീവ് അല്ലാത്ത രീതിയിലായിരിക്കണം ഓഡിറ്റ് പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ക്ലയന്റ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും ഡിസ്ട്രിപ്റ്റീവ് അല്ലാത്ത രീതി, ക്ലയന്റിന്റെ ഓപ്പറേഷൻസ് ഡിസ്ട്രിപ്റ്റീവ് ആവാത്ത രീതി വേണം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് നടത്താൻ. അപ്പൊ നമ്മൾ ആ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ പൊട്ടൻഷ്യൽ ഓഡിറ്റ് അപ്രോച്ച് എന്താണ്, നമ്മൾ ഏത് സ്റ്റാൻഡേർഡ്സ് പ്രകാരമായിരിക്കും ഓഡിറ്റ് ചെയ്യുക, നമ്മൾ എങ്ങനെയായിരിക്കും ഇതൊരു ന്യൂ ക്ലയന്റ് ആണ് ഇവിടെ ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ഈ കാര്യങ്ങൾ പറയണം എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കേഷൻ, അവിടെ നമ്മൾ പറയേണ്ടത് എന്താ, എങ്ങനെയാണ് ദോസ് ചാർജ് വിത്ത് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റനിൽ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ക്ലയന്റ് മൾട്ടിപ്പിൾ ടൈം എന്താ പറയുക ഫ്രോഡ് ഒക്കെ ചെയ്ത ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ. അപ്പൊ നിങ്ങൾ പറയണം ഇങ്ങനെ കോർപ്പറേറ്റ് ഗവർണൻസ് വീക്ക്നെസ്സോ ഫെർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യുമ്പോൾ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ അവിടെ പറയേണ്ടത്. ഇനി ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ടാവും എന്തായിരിക്കും, ക്ലയന്റ് തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും ഡെഡ് ലൈൻ ഫോർ ദ ഓഡിറ്റ്. അതായത് ഇപ്പം ക്ലയന്റ് പറയും 3 മന്തിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം, 1 മന്തിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. സോ ക്ലയന്റ് 1 മന്തിൽ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഡെഡ് ലൈൻ പ്രൊവൈഡഡ് ബൈ ദ ക്ലയന്റിനെ കുറിച്ച് സംസാരിക്കണം. ക്ലയന്റ് തന്നേക്കുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേം ആണ്, 1 മന്തിൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഡെഡ് ലൈനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയണം. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ഡെഡ് ലൈൻ നമുക്ക് ഏതാണ് പറ്റുന്നത് എന്നുള്ളത് പറയാം. ഇനി ക്ലയന്റ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ 4 മന്ത്സിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മൾ പറയണം ക്ലയന്റ് തന്നേക്കുന്ന ഡെഡ് ലൈൻ റീസണബിൾ ആയിട്ടാണ് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ ക്ലയന്റ് തന്നേക്കുന്ന ഡെഡ് ലൈൻ നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, വി വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിത്തിൻ ദാറ്റ് ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, വിത്തിൻ ദാറ്റ് പർട്ടിക്കുലർ സ്പാൻ ഓഫ് ടൈം എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യാൻ പറയാം. ഇനി കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്, ഇപ്പൊ ക്വസ്റ്റൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ക്ലയന്റ് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ക്ലയന്റ് ആണ്, ഫാർമസ്യൂട്ടിക്കൽ ക്ലയന്റ് ആണ്. നമ്മളോട് ക്വസ്റ്റന് പറഞ്ഞിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഓഡിറ്റ് ഫേമിന്റെ അകത്ത് സഫീഷ്യന്റ് എക്സ്പെർട്ടൈസ് ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഓഡിറ്റ് ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം, കീ ഫണ്ട് സ്റ്റാഫ് ആൻഡ് റിസോഴ്സസിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യണം. ആരൊക്കെയാണ് നമ്മുടെ കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ്, നമുക്കുള്ള എക്സ്പെർട്ടൈസ് എന്തിലൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് ക്ലിയർലി സ്പെസിഫൈ ചെയ്യാൻ പറയാം. ഇനി ഓഡിറ്റ് ഫീസ് നമ്മൾ എങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത്, ഫീസിന്റെ അകത്ത് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടാവും, ഫീസിന്റെ പേയ്മെന്റ് സ്കെഡ്യൂൾ എങ്ങനെ ഉണ്ടാവും, ഈ കാര്യങ്ങളെ കുറിച്ച് ക്ലിയർലി പറയാനായിട്ട് നമ്മൾ പറയാം. ദെൻ അഗെയിൻ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ്, അതായത് നമ്മൾ എങ്ങനെയായിരിക്കും ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് ഗവേണൻസ് റിക്വയർമെന്റ്സ് നമ്മൾ അഡ്ഹർ ചെയ്യുന്നുണ്ടാവുക, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ ക്രെഡിബിൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് കൊടുക്കുക, എന്തൊക്കെ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യാൻ പറയാം. ആൻഡ് ഫൈനലി എസ്പെഷ്യലി ദേ ക്യാൻ ബി ചാൻസസ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളോട് നോൺ ഓഡിറ്റ് സർവീസും കൂടെ സപ്ലൈ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് സ്പെസിഫൈ ചെയ്യണം എന്തൊക്കെ നോൺ ഓഡിറ്റ് സർവീസസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ ഈ നോൺ ഓഡിറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എത്തിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുക, സെപ്പറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ഫ്രം ദ ഓഡിറ്റ് സർവീസസ് എങ്ങനെയായിരിക്കും നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഈ കാര്യങ്ങളും കൂടി സ്പെസിഫൈ ചെയ്യാൻ പറയണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ഹൗവർ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളോട് ഓഡിറ്റ് പ്രൊപ്പോസൽ ഡ്രാഫ്റ്റ് ചെയ്യാനല്ല പറയുന്നത്, ഓഡിറ്റ് പ്രൊപ്പോസലിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് സിനാരിയോ അഗൈൻ യു ക്യാൻ ഫീൽ ദാറ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ എക്സ്പ്ലെയിൻ ദ സ്പെസിഫിക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊപ്പോസൽ, എന്തൊക്കെ സ്പെസിഫിക് മാറ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അഗെയിൻ വി ആർ എംഫസൈസിങ് ഓൺ ദിസ് ടേം സ്പെസിഫിക് മാറ്റേഴ്സ് ടു ബി ഇൻക്ലൂഡഡ്. അപ്പൊ ആ സ്പെസിഫിക് മാറ്റേഴ്സ് എന്തൊക്കെയാണോ അത് തന്നെ വേണം നിങ്ങൾ പറയാനായിട്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കുക, അതിന് കറസ്പോണ്ടിങ്ങിലേ പറയാവുള്ളൂ. അപ്പം ഔട്ട്ലൈൻ ഓഫ് ദി ഫേം എപ്പോഴും സിനാരിയോ ബേസ്ഡ് ആയിട്ട് പറയാം. റിക്വയർമെന്റ്സ് ഓഫ് ദി ക്ലയന്റ് നിങ്ങൾ നോക്കുക ന്യൂ ക്ലയന്റ് ആണോന്ന്. ഓഡിറ്റ് അപ്രോച്ച് സിനാരിയോനെ ബേസ് ചെയ്ത് പറയണം. കമ്മ്യൂണിക്കേഷൻ കോമൺലി നോർമൽ ആയിട്ട് തന്നെ ആയിരിക്കും വരിക. ഡെഡ് ലൈൻസ് നിങ്ങൾ സിനാരിയോയിൽ പറഞ്ഞേക്കുന്ന അക്സെപ്റ്റബിൾ ആണെന്ന് നോക്കുക. കീ സ്റ്റാഫ് ആൻഡ് റിസോഴ്സസ് കമ്പനിക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്യാറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെന്റ്സിന്റെ ആവശ്യമുണ്ടോ, ഇൻഡസ്ട്രി സ്പെസിഫിക് ഓഡിറ്റ് ആണെന്ന് നോക്കുക, ആണെങ്കിൽ അതിനെ ബേസ് ചെയ്തുള്ള പോയിന്റ്സ് പറയണം. ഫീസിന്റെ കമ്പ്യൂട്ടേഷൻ എങ്ങനെയാണ്, അവരിപ്പം പെർസെന്റേജ് അല്ലെങ്കിൽ കണ്ടിജന്റ് ബേസിസിലൊക്കെയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് അക്സെപ്റ്റബിൾ അല്ല, ഫിക്സഡ് ഫീസ് ആയിരിക്കണം എന്നുള്ള കാര്യം കൺവേ ചെയ്യാൻ പറയാം. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് എത്തിക്സ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറയണം. അഡീഷണൽ നോൺ ഓഡിറ്റ് സർവീസസ് നമ്മൾ എങ്ങനെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക വിത്തൗട്ട് അഫക്ടിങ് ദ എത്തിക്കൽ റിക്വയർമെന്റ്സ്, അത് എങ്ങനെയായിരിക്കും എന്നുള്ളതും പറയണം എന്ന് പറയാം.
അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും we will be mentioning here with regarding the standards. Clear ആയോ? Is that clear everyone? Okay. നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് ക്വിക്ലി പറഞ്ഞു പോകുന്ന ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പെർഫെക്റ്റ്. സോ ടെൻഡറിങ് നമ്മൾ പറഞ്ഞു, ടെൻഡറിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്ത ആ സെയിം ക്വസ്റ്റ്യന്റെ തന്നെ പാർട്ട് ബി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓൺ ടെൻഡറിങ്. എല്ലാവരും ഒരു കാര്യം ചെയ്തേ, എല്ലാവരും ക്വിക്ലി ഈ ഒരു ഏരിയ മാത്രം ഒന്ന് വായിച്ചു നോക്കി, ഈ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് മാത്രം. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഫേം ഓഫ് ഓഡിറ്റേഴ്സ് who will give me a competitive audit fee. I am hoping that the fee will be quite low, as I am willing to pay more for services that I consider more beneficial to the business and as a strategic advice. I would like the fee to be linked to the Jones Company's success in expanding overseas as a result of the audit firm's advice. Hopefully, the audit will not be too disruptive, and I would like it to be completed within 4 months of the year end. നിങ്ങളോട് പറഞ്ഞു ഇവിടെ ഓഡിറ്റ് ഫീസ് എങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നവര് കമ്പനിയുടെ ഓവർസീസ് എക്സ്പാൻഷനുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവര് ഓഡിറ്റ് ഫീസ് ക്വൈറ്റ് കോമ്പറ്റിറ്റീവ് ലെവലിലാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 4 months ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് നോക്കി. Assuming the Western & Co is appointed to provide the audit services to Jones Company, discuss the issues to be considered by the audit firm in determining a fee for the audit, including the ethical matters raised. നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഒരു പർട്ടിക്കുലർ എൻഗേജ്മെന്റ് അക്സെപ്റ്റ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് എവിടെയുള്ളത്? ലോ ബോളിംഗ്. എവിടെ ലോ ബോളിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? അവർ പറയുന്നത് എന്താ? They believe that the fees will be quite low എന്ന് പറഞ്ഞു. So if we quote a fee to be quite low, that is low below the market rate, അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ലോ ബോളിംഗ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എഗെയിൻ എങ്ങനെയാണെങ്കിൽ മാത്രം if you reduce the quality of the audit in accordance with the reduction in the audit fee. ഇനി വേറെന്താ പ്രോബ്ലം? വേറെന്താ പ്രോബ്ലം? അവർ പറഞ്ഞു അവർക്ക് ഓഡിറ്റ് ഫീസ് എങ്ങനെയാ വേണ്ടത്? ഓവർസീസ് എക്സ്പാൻഷനുമായിട്ട് ബേസ് ചെയ്ത് ലിങ്ക് ചെയ്തിട്ടാണ് വേണ്ടെന്ന് പറഞ്ഞു. ഓവർസീസിലേക്ക് എക്സ്പാൻഷനിൽ എങ്ങനെയാണോ കമ്പനിയുടെ സക്സസ് അതിനനുസരിച്ചാണ് ഫീസ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്തായിരിക്കും? ഇറ്റ്സ് എ കണ്ടിജന്റ് ഫീസ്. നമുക്കറിയാം പെർസെന്റേജ് ആൻഡ് കണ്ടിജന്റ് ഫീസ് ആർ പ്രോഹിബിറ്റഡ് ബൈ ACCA കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് കണ്ടക്ട്. അവിടെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അവിടെ എന്ത് റിലേറ്റഡ് സേഫ് ഗാർഡ് കൊടുക്കണം എന്നുള്ള കാര്യം പറയാം. ഇനി നിങ്ങളോട് രണ്ടാമത് ചോദിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്. എന്തൊക്കെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഓഡിറ്റ് ഫീസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത്? എന്തൊക്കെയാ? ഏതൊക്കെയായിരുന്നു? Seniority of the person, time spent by each person, degree of risk and responsibility, urgency of work, importance of work, overhead expenses. ഇതെല്ലാം കൺസിഡർ ചെയ്യണം നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, കൺസിഡർ ദ സെയിം ഫാക്ടേഴ്സ്. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക വിത്ത് റിഗാർഡിംഗ് ദ മാറ്റേഴ്സ് വി നീഡ് ടു കൺസിഡർ വൈൽ ഡിറ്റർമൈനിങ് ദ ഓഡിറ്റ് ഫീ. ക്ലിയർ ആണോ? സാർ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ടല്ലോ, ആ പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ ഈ 6 മാർക്കിന് ഇല്ല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞൊരു ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോയാൽ മതി. ഐ മീൻ ജസ്റ്റ് അതൊരു സിംഗിൾ പോയിന്റ് ആയിട്ട് തന്നെ എഴുതി പോയാൽ മതി. കാരണം 6 മാർക്സിന്റെ അകത്ത് 3 മാർക്സ് മാത്രമാണ് മൊത്തം ഈ ഏരിയയിൽ, സോറി 1 to 2 മാർക്സ് മാത്രമാണ് ഈ ഒരു ഏരിയ എന്ന് വരിക. ബാക്കി 4 മാർക്കും ആ 2 എത്തിക്കൽ ത്രെട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് അതിന്റെ സേഫ് ഗാർഡ് പറയുന്നതിനാണ്. ഓക്കെ, എത്തിക്കൽ ത്രെഡ്സ് എപ്പോഴും പറയുമ്പോൾ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞാണ്, ഇന്നലെയും പറഞ്ഞാണ്, നമ്മൾ പറയുന്ന സമയത്ത് എന്ത് വേണം പറയാൻ? ഏതാണ് ത്രെട്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ സേഫ് ഗാർഡ് പറയാം. എപ്പോഴും അത് ഓർത്തോണേ, ഐഡന്റിഫിക്കേഷൻ, എക്സ്പ്ലനേഷൻ, സേഫ് ഗാർഡ്, ഇത് 3 എഴുതുമ്പോഴാണ് ത്രെട്ടിന് മാർക്ക് കിട്ടുക. സോ അപ്പം ത്രെട്ടിന്റെ ക്വസ്റ്റ്യൻസ് വരാം, അഡ്വർടൈസ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് വരാം, ഈ ഏരിയ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു ഏരിയ ഓഫ് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയാസ് നമ്മൾ പഠിച്ചിരുന്നു. അവിടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന എന്തിനെ ബേസ് ചെയ്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ഓഡിറ്റ് ഓൾറെഡി പെർഫോം ചെയ്തതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് തരും. ഓഡിറ്റ് ഓൾറെഡി പെർഫോം ചെയ്തതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എന്തൊക്കെ ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ആണ് അണ്ടർടേക്ക് ചെയ്യേണ്ടതെന്ന്.
So when you get a question based on quality control, അവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ആ ഓഡിറ്റ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്തേക്കുന്നതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്നുള്ള കാര്യമാണ്. സോ എത്രത്തോളം ക്വാളിറ്റിയാണ് എൻഗേജ്മെന്റ് പെർഫോം ചെയ്യുമ്പോൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ട ക്വാളിറ്റി കൺട്രോളിന്? ISAs ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ലിറ്ററലി എന്തായിരുന്നു കൺസിഡർ ചെയ്യുന്നത്? ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ എന്താണോ സ്റ്റാൻഡേർഡ്സ് പഠിച്ചത്? ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഓഡിറ്റർ ഹാവ് പെർഫോം ദ ഓഡിറ്റ് and while obtaining the audit evidence, it was enabled to obtain audit evidence in the form of external confirmation, and the auditor was also not able to get any documentary evidences, due to which the auditor have obtained written representation from the management and have concluded that auditor have obtained sufficient appropriate audit evidence. Is that fine? No. No. Why? Written representation sufficient appropriate audit evidence ആയിട്ട് കൊടുത്തില്ല. Okay, written representation will never be considered as part of the audit evidence. പിന്നെ അതെന്തായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? Secondary evidence. Yeah, it can only be used as part of the support to other audit evidences. Other audit evidence support ആയിട്ട് മാത്രം written representation യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതായിരിക്കും നിങ്ങൾ പറയുക. മനസ്സിലായോ? Okay. അല്ലെങ്കിൽ നിങ്ങളോട് പറയാണ് the auditor have determined a materiality level at the planning stage of audit and have maintained the same throughout the audit. പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? Materiality should be determined at the planning stage and should be reviewed throughout the audit. Whenever necessary, it should be revised. അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ എന്ത് പറയാം? We can mention that they haven't performed adequate amount of procedures. Clear ആയോ? Okay. അപ്പം ഇതായിരിക്കും നമ്മൾ പറയുക ക്വാളിറ്റി കൺട്രോളിനകത്ത്. അത് നമ്മൾ പറഞ്ഞ് എന്തൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പഠിച്ചത്, ആ സ്റ്റാൻഡേർഡ്സിന്റെ അകത്ത് എന്തായിരുന്നു ഫോളോ ചെയ്യേണ്ടിരുന്നത്, ആ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. 2, അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് ചെയ്യിച്ചേക്കുന്നത് നോക്കണം. നമുക്കറിയാം സിഗ്നിഫിക്കന്റ് ജഡ്ജ്മെന്റ് ഉള്ള ഏരിയാസ്, ഹൈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ്സ് ഉള്ള ഏരിയാസ്, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഏരിയാസ്, ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ കൂടുതലും ആരെ കൊണ്ടാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യേണ്ടത്? സീനിയർ സ്റ്റാഫ് മെമ്പേഴ്സ്, സീനിയർ എൻഗേജ്മെന്റ് ടീം മെമ്പേഴ്സിനെ കൊണ്ടായിരിക്കും ചെയ്യിക്കുന്നത്. ഇത് ഇന്റേൺസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജൂനിയേഴ്സിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നതെന്ന് പറയുന്നു. അപ്രോപ്രിയേറ്റ് ആണോ? അല്ല. അത് നമ്മൾ പറഞ്ഞ് അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നത് നോക്കണം. ഓഡിറ്റ് ടൈം പ്രഷർഡ് ആയിരുന്നു എന്നുള്ള കാര്യം നോക്കണം. ഓഡിറ്റ് ടൈം പ്രഷർഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? We won't be able to obtain sufficient appropriate audit evidence, due to which we might be expressing an inappropriate opinion on the financial statements. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നോക്കണം? ഓഡിറ്റ് ടൈം പ്രഷർഡ് ആണോ നോക്കണം. സെയിം as that, ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്ന അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. ടൈപ്പ് ഓഫ് എവിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം എവിഡൻസ് തന്നെ നമ്മൾ പല കാറ്റഗറി പഠിച്ചിട്ടുണ്ട് റിലയബിലിറ്റിയുടെ ബേസിസിൽ. ഏതൊക്കെയായിരുന്നു? എക്സ്റ്റേണൽ വേഴ്സസ് ഇന്റേണൽ. ദെൻ വേറെ എന്തൊക്കെയായിരുന്നു? റിട്ടൺ വേഴ്സസ് ഓറൽ. പിന്നെയോ ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ്. പിന്നെയോ വേറെ എന്തായിരുന്നു? ഒറിജിനൽ വേഴ്സസ് ഫോട്ടോ കോപ്പീസ്. ഇനിയുണ്ടല്ലോ auditor versus client, information directly obtained by the auditor versus provided by the client. Finally എന്തായിരുന്നു? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസ് കൂടും. അപ്പം നിങ്ങൾ നോക്കുക, സിനാരിയോക്കകത്ത് അവർ എക്സ്റ്റേണൽ ആണോ ഒബ്റ്റൈൻ ചെയ്തേക്കുന്നത്, ഇന്റേണൽ ആണോ? ഇന്റേണൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഇന്റേണൽ എവിഡൻസ് റിലയബിൾ അല്ല, ആസ് പെർ IS 500 നമ്മൾ എന്ത് വേണം കൺസിഡർ ചെയ്യാൻ? എക്സ്റ്റേണൽ എവിഡൻസ് വേണം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ എന്ന് പറയാം. റിട്ടേൺ ആണോ ഓറൽ ആണോ നോക്കണം, ഏതിനായിരിക്കും കൂടുതൽ റിലയബിലിറ്റി ഉണ്ടാവുക? റിട്ടേൺ എവിഡൻസിനായിരിക്കും. ഒറിജിനൽ ആണോ ഫോട്ടോ കോപ്പീസ് ആണോ നോക്കുക, ഏതിനായിരിക്കും കൂടുതൽ റിലയബിലിറ്റി? ഒറിജിനൽ ആയിരിക്കും. ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ആണ്, ക്ലയന്റ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് കൂടുതൽ റിലയബിൾ നോക്കുക, ഏതിനായിരിക്കും? ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി കൂടുതലാണോ കുറവാണോ നോക്കുക. ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കും? റിലയബിലിറ്റി ഓഫ് ദി എവിഡൻസും കൂടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ. അത് നമ്മൾ പറഞ്ഞ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കുന്നുണ്ടാവണം. ഇനി ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റ് പ്ലാൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റ് പ്ലാൻ ആണോ നോക്കുമ്പോൾ നമ്മൾ നോക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഓഡിറ്റ് പെർഫോം ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെ ആയിരിക്കണം. ചില സിറ്റുവേഷൻ നമ്മൾ ഓഡിറ്റ് പെർഫോം ചെയ്യുന്നോ ഓഡിറ്റ് പ്ലാൻ പ്രകാരം ആയിരിക്കരുത് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളോട് ഇനീഷ്യൽ സ്റ്റേജിൽ പറയും, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, ക്ലയന്റിന്റെ ഓഡിറ്റ് പെർഫോം ചെയ്തേക്കുന്നത് പെർഫോം ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത്
കൺട്രോൾ അപ്രോച്ചിലാണെന്ന് പറയും. ആൻഡ് മൂവിങ് ഫോർവേഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും പലതരത്തിലുള്ള ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസീസ് ഉണ്ട്, അല്ലെ ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നൊക്കെ. സോ വെനെവർ ദർ ഈസ് എൻ ഇന്റേണൽ കൺട്രോൾ ഡെഫിഷ്യൻസി, അങ്ങനെയാണെങ്കിൽ ക്യാൻ വി പെർഫോം ദാറ്റ് ഓഡിറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് കൺട്രോൾ അപ്രോച്ച്? പറ്റുമോ? ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ കൺട്രോൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഫുൾ സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ച് വേണം ഓഡിറ്റ് ചെയ്യാൻ. അപ്പൊ അവർ കൺട്രോൾ അപ്രോച്ച് തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. ഇനി നമ്മളോട് പറയാണ് ഓഡിറ്റ് പെർഫോം ചെയ്യാൻ തീരുമാനിച്ചേക്കുന്നത് ഫുൾ സബ്സ്റ്റാൻറ്റീവ് അപ്രോച്ചിലാണ്. പിന്നെ വിത്തൗട്ട് എനി റീസണബിൾ റീസൺ കുറച്ച് കഴിയുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അവര് അത് മാറ്റി കൺട്രോൾ അപ്രോച്ച് ആക്കിയിരുന്നു. അത് ഓക്കെ ആണോ? അല്ല. ആ സിറ്റുവേഷനിൽ അവർ എന്ത് തന്നെ ഫോളോ ചെയ്യണം? ഓഡിറ്റ് പ്ലാൻ തന്നെ ഫോളോ ചെയ്യണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത്. ഓഡിറ്റ് പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക, ഇൻഅപ്രോപ്രിയേറ്റ് ആണോ നോക്കുക, അക്കോർഡിംഗ്ലി സംസാരിക്കുക. ഇനി ഓഡിറ്റ് അതുപോലെ തന്നെ നമുക്കറിയാം പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആയിരിക്കണം. എപ്പോഴും സീനിയർ സ്റ്റാഫ് റിവ്യൂ ആണ് നടക്കേണ്ടത്. അതായത് ഒരു ജൂനിയർ സ്റ്റാഫ് പെർഫോം ചെയ്ത വർക്ക് ആര് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം? സീനിയർ സ്റ്റാഫ് റിവ്യൂ ചെയ്യുന്നുണ്ടാവണം. സോ ഇങ്ങനെ ജൂനിയർ സ്റ്റാഫ് പെർഫോം ചെയ്ത വർക്ക് സീനിയർ സ്റ്റാഫ് ആണോ റിവ്യൂ ചെയ്തേക്ക് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് പറയാം. സോ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു അപ്രോച്ച് ദ എക്സാം. അപ്പം നിങ്ങൾ ഓരോ വർക്കും റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളെ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞെല്ലാരും ISA ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കുക. പിന്നെ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് സ്റ്റാഫിനെ കൊണ്ടാണ് വർക്ക് പെർഫോം ചെയ്തേക്കുന്നത് നോക്കണം. പിന്നെ ടൈം പ്രഷർ ആണോ നോക്കുക. എവിഡൻസ് ഒബ്റ്റൈൻ ചെയ്തേക്കുന്നത് അപ്രോപ്രിയേറ്റ് ആണോ നോക്കുക. ഓഡിറ്റ് പ്ലാൻ പ്രകാരം തന്നെയാണ് പ്രൊസീജിയേഴ്സ് ചെയ്തേക്കുന്നത് നോക്കുക. ഓഡിറ്റ് പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആൻഡ് റിവ്യൂഡ് ആണെന്നും കൺസിഡർ ചെയ്യണം. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ? ഓക്കെ. സോ റിട്രീവർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നു, നോക്കി, ഇവാലുവേറ്റ് ദ ക്വാളിറ്റി മാനേജ്മെന്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് അറൈസിംഗ് ഇൻ റെസ്പെക്ട് ഓഫ് പ്ലാനിംഗ് ആൻഡ് പെർഫോമിംഗ് ഓഫ് ഓഡിറ്റ് ഓഫ് റിട്രീവർ ഗ്രൂപ്പ്. നമ്മളോട് ചോദിക്കുകയാണ് ഈ റിട്രീവർ ഗ്രൂപ്പിന്റെ ഓഡിറ്റ് പ്ലാൻ ചെയ്യും പെർഫോം ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഇഷ്യൂസ് ആണ് ഉള്ളതെന്ന്. സോ ക്വാളിറ്റി മാനേജ്മെന്റ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും പറയാ? ഈ പാരഗ്രാഫ് ഒന്ന് വേഗം വായിച്ചു നോക്കി. ഇവിടം വരെ എല്ലാവരും നമ്മൾ ചെയ്ത ക്വസ്റ്റൻ ആണ്, ഒന്ന് ക്വിക്ലി വായിച്ചു നോക്കി. ഇവിടം വരെ വായിച്ചാൽ മതി. ദ ഓഡിറ്റ് ഹാസ് ബീൻ ക്വയറ്റ് ടൈം പ്രഷർ. Audit manager told the junior not to perform some of the planned audit procedures, such as directors' emoluments and share capital, as they consider to be low risk. He has instructed us not to use the firm's statistical sampling in selecting the trade receivables balance for testing, as it is quite quick to pick samples based on our judgment. Two of the juniors were given the task of auditing trade payables and going concern. Audit manager asked us to review each other's work, as it would be good training for us. And he didn't have time to review everything. പറയും എന്തൊക്കെയാണ് ഇവിടെയുള്ള പ്രോബ്ലംസ്? ടൈം പ്രഷർ. നിങ്ങളോട് നേരിട്ട് തന്നെ അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഓഡിറ്റ് എന്താന്ന്? ടൈം പ്രഷേർഡ് ആണെന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെയും പറഞ്ഞ കാര്യമായിരുന്നു. ഇഫ് ദി ഓഡിറ്റ് ഈസ് ടൈം പ്രഷേർഡ്, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Sufficient appropriate audit evidence obtain ചെയ്യാൻ പറ്റും. Perfect. You will not be able to obtain sufficient appropriate audit evidence. And sufficient appropriate evidence കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണെന്നുള്ള ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, ഡിറ്റക്ഷൻ റിസ്ക് ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്താ പ്രോബ്ലം ഉള്ളത്? എക്സാക്ട്ലി, ഓഡിറ്റർ കോമ്പീറ്റന്റ് അല്ല. ഓഡിറ്റർ ഇസ് നോട്ട് കോമ്പീറ്റന്റ്. കാരണം എന്താണ്? ഓഡിറ്റർ പറഞ്ഞു കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എല്ലാം ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ബിക്കോസ് ഓഡിറ്റർ പറയുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്സ് സെലക്ട് ചെയ്യണം, നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് സെലക്ട് ചെയ്താൽ മതി എന്ന്. സോ വിച്ച് മീൻസ് ദാറ്റ് നമുക്കറിയാം ആസ് പെർ സ്റ്റാൻഡേർഡ്സ് നമ്മൾ എപ്പോഴും എല്ലാ സാമ്പിൾസും ഒരേ രീതിയിൽ റെപ്രസെന്റേറ്റീവ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമ്പിൾ സെലക്ഷൻ ആണ് നടത്തേണ്ടത്. സോറി, ഹോൾ പോപ്പുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഇവർ സാമ്പിൾ സെലക്ഷൻ നടത്തുന്ന ഈസി ആവാൻ വേണ്ടിയിട്ട് ജഡ്ജ്മെന്റ് ബേസിസ് മതി എന്ന് പറഞ്ഞു, വിച്ച് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ്. പിന്നെ വേറെന്താ പറയാൻ പറ്റുന്നത്? ഹൈ റിസ്ക് ഏരിയ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈ റിസ്ക് ഏരിയാസ് ഒന്നും ഓഡിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹൈ റിസ്ക് ഏരിയ? ഡയറക്ടേഴ്സ് ഇമോൾമെന്റ്സും ഷെയർ ക്യാപിറ്റലും ഒക്കെ അല്ലെ? കാരണം ഇൻ കേസ് എങ്ങാനും ഈ ഒരു പർട്ടിക്കുലർ ക്ലയന്റ് എന്ന് പറയുന്നത് റീസെന്റ് എന്തെങ്കിലും ഷെയർ ഇഷ്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവര് റീസെന്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് നടത്തിയേക്കുന്നത്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് റീസെന്റ് ആണ് നടത്തിയേക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? ഒരുപാട് തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ദേ മൈറ്റ് നോട്ട് ബി ഫെമിലിയർ വിത്ത് ദ ന്യൂ സോർട്ട് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് ദാറ്റ് ഹാവ് ടു ബി പ്രൊവൈഡഡ് ഫോർ എ ലിസ്റ്റഡ് എൻറ്റിറ്റി, ന്യൂലി ലിസ്റ്റഡ് കമ്പനി. സോ അവിടെ മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഇവർ റിവ്യൂ ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ അവർ പറയുന്ന ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ് ലോ റിസ്ക് ഏരിയ ആണ്. ഡയറക്ടേഴ്സ് ഇൻവോൾവ്മെന്റ്സ് പറഞ്ഞാൽ എന്താണ്? High risk area ആണ് because of the related party transaction. It is always being material on the basis of its nature. അതാണ് ഇവർ ഓഡിറ്റ് ചെയ്യാത്തത്. അപ്പൊ അതും എന്താണ്? അപ്രോപ്രിയേറ്റ് അല്ല എന്ന് പറയാം. പിന്നെ വേറെ എന്താ പ്രോബ്ലം? ജൂനിയേഴ്സിന്റെ വർക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ജൂനിയേഴ്സിന്റെ വർക്ക് ഇയാൾക്ക് റിവ്യൂ ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണോ റിവ്യൂ നടത്തേണ്ടത്? അല്ല. ത്രൂ ഔട്ട് ദ വർക്ക് എന്തായിരിക്കണം? പ്രോപ്പർലി സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. ആൻഡ് വൺസ് വർക്ക് ഈസ് ഡൺ, അത് എന്ത് ചെയ്യുന്നുണ്ടാവണം? പ്രോപ്പർലി റിവ്യൂ ചെയ്തിട്ടുണ്ടാവണം. ആസ് എ സീനിയർ എന്നുള്ള രീതിയിൽ ഇവര് they have been reviewed or supervised the work properly. So therefore there can be chances that quality of the work എന്തായിരിക്കാം? Diminished ആയിരിക്കാം. പിന്നെ വേറെന്താ? ജൂനിയേഴ്സ് സബ്ജക്റ്റീവ് ഏരിയയിലും റിവ്യൂ ചെയ്യുന്നത്. ജൂനിയേഴ്സിനെ കൊണ്ടാണ് ഹൈലി സബ്ജക്റ്റീവ് ഏരിയാസ് റിവ്യൂ ചെയ്യുന്നത്. നമുക്കറിയാം ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ ഒരു ഏരിയ ആണ് ഏത്? ഗോയിങ് കൺസേൺ. ആ ഗോയിങ് കൺസേൺ ഏരിയ തന്നെ റിവ്യൂ ചെയ്യുന്ന ആരെ കൊണ്ടാ? ജൂനിയേഴ്സിനെ കൊണ്ടാണ്. So when an auditor asks the junior to review the most significant area in the financial statements, അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ കേസ് എങ്ങാനും ജഡ്ജ്മെന്റൽ ഏരിയാസ് അപ്രോപ്രിയേറ്റ്ലി കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന മിസ്റ്റേക്സ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രേസ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഈ രീതിയിലായിരിക്കും നമ്മൾ ക്വാളിറ്റി കൺട്രോളിന്റെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ടാവുക. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? സോ please go through the questions of quality control. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. വന്നു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ക്വാളിറ്റി കൺട്രോളിന്റെ ഏരിയ. ഇനി അടുത്തത് ഇറ്റ് വാസ് ദ ഏരിയ ഓഫ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ്സ്. എന്തായിരുന്നു ഡ്യൂ ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ ഡ്യൂ ഡെലിജൻസ്? നമ്മളൊരു അക്വിസിഷൻ നടത്തുന്ന സമയത്ത് ആ അക്വിസിഷൻ വർത്ത് ആണോ എന്ന് നടത്താൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന എൻഗേജ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? We call it as due diligence engagement. അപ്പോ ഒരു അക്വിസിഷൻ നടത്തുമ്പോൾ അത് വർത്ത് ആണോ എന്ന് അറിയാനാണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റ് നടത്തുന്നതെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ പഠിച്ചിരുന്നു 2 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ഡ്യൂ ഡെലിജൻസ് എൻഗേജ്മെന്റുമായിട്ട് ബേസ് ചെയ്ത് വരുന്നത്. കാറ്റഗറി നമ്പർ 1, അവിടെ നമ്മളോട് ചോദിക്കുന്നത് എന്തായിരിക്കും? എക്സ്പ്ലെയിൻ വൈ ഈച്ച് മാറ്റർ റിക്വയർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആസ് പാർട്ട് ഓഫ് ദി ഡ്യൂ ഡെലിജൻസ് റിവ്യൂ. എന്തുകൊണ്ടിട്ടാണ് ഓരോ കാര്യത്തിനും ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിക്കും. അവിടെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. നിങ്ങൾ ആദ്യമേ ഈ ഒരു സിനാരിയോ വായിച്ചു നോക്കാം. ഈ സിനാരിയോയിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. While reviewing the correspondence with the customers in relation to the outstanding receivables, one of the team found that letter from a large retailer for which Zebra company produces number of unique products, providing advance notice that they are not reviewing their purchasing agreement when the current one expires. Customers are advised that they are switching to a new entrant to the market who is substantially cheaper than Zebra company. A brief analysis identified that the customer provide on an average almost 5% of the Zebra company's annual revenue. നമ്മളോട് പറയാണ് കറസ്പോണ്ടൻസ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി സീബ്ര കമ്പനിയുടെ ഒരു കസ്റ്റമർ പോയി കമ്പനിയുടെ ടോട്ടൽ റവന്യൂന്റെ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കസ്റ്റമർ ആയിരുന്നു അത്. അവരെന്ത് കാരണം കൊണ്ടാണ് പോയത്? ഈ പർട്ടിക്കുലർ സപ്ലയർ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിനേക്കാളും സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് കോമ്പറ്റീറ്റർ കൊടുക്കുന്നത്. ആൻഡ് ന്യൂ എൻട്രന്റ് അതേപോലെ തന്നെ ഇവർക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് മാറിയെന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു കമ്പനീനെ ഇവർ വാങ്ങുന്നത് ഇവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന ഡ്യൂ ഡെലിജൻസ് റിവ്യൂവിന്റെ ബേസിസിലാണ് ഈ കമ്പനീനെ വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര പ്രൈസ് ഇവർ ഫിക്സ് ചെയ്യുന്നു എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചേക്കുന്ന റിക്വയർമെന്റ് ഇത്രയായിരുന്നു. ഈ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടത്? എക്സാമിനർ നിങ്ങളുടെ അടുത്ത് പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെ കുറിച്ച് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു തിങ്ക് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എ ബയർ. നിങ്ങളാണ് ബയർ, നിങ്ങളാണ് ഈ കമ്പനീനെ വാങ്ങാൻ പോകുന്നത്. സോ നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ 2 കാര്യങ്ങളായിരിക്കും എപ്പോഴും മൈൻഡിൽ വെക്കുന്നുണ്ടാവുക. നമ്പർ 1, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഈ കമ്പനീനെ വാങ്ങുന്നത്, ആ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾ നടത്തുന്നത്. നമ്പർ 2, എന്താണോ റീസൺ ഫോർ അക്വിസിഷൻ അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ കൂട്ടത്തിൽ തന്നെ എത്രയാണോ നിങ്ങൾ പർച്ചേസ് കൺസിഡറേഷൻ പേ ചെയ്യാൻ പോകുന്നത് അതും നിങ്ങൾ ഡിറ്റർമൈൻ ചെയ്യണം. സോ മാക്സിമം പർച്ചേസ് കൺസിഡറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ പറയുന്ന റിവ്യൂ നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും പറയുന്നുണ്ടാവുക. നമ്പർ 1, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണോ റീസൺ ഫോർ അക്വിസിഷൻ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ. നമ്പർ 2, എത്രയാണോ നമ്മൾ അക്വിസിഷൻ നടത്തുന്ന പർച്ചേസ് കൺസിഡറേഷൻ അത് എത്ര കുറയ്ക്കാൻ പറ്റും എന്നറിയാൻ.
ഇവിടെ ഇപ്പൊ നമ്മൾ സിനാരിയോയിൽ കണ്ടു ഈ ഒരു കാര്യം. ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാന്ന് പറയാം. ഇവിടെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സപ്ലയർ, അതായത് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന കമ്പനി, ആ കമ്പനീനെ അക്വിസിഷൻ നടത്തുന്ന സമയം നമുക്കറിയാം അവരുടെ ഫോർകാസ്റ്റഡ് റവന്യൂവിനെ ബേസ് ചെയ്താണ് അക്വിസിഷൻ നടത്തുന്നത്. ഓൾറെഡി 5% റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്ന കസ്റ്റമർ കമ്പനിയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നടത്തുന്നത്? ബിക്കോസ് നമ്മൾ അക്വിസിഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ഒരു 5% റിഡക്ഷൻ ഇൻ ടോട്ടൽ റിട്ടേൺ വരും. സോ ഈ റിട്ടേൺ റെഡ്യൂസ് ആവുന്നതിനനുസരിച്ച് ഡെഫിനറ്റ്ലി ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്യുന്ന പർച്ചേസ് കൺസിഡറേഷൻ നമുക്ക് കുറയ്ക്കാം. സോ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ബാർഗൈനിങ് ടൂൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. നമ്പർ 2, നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ കസ്റ്റമർ, ഈ കസ്റ്റമർ കമ്പനിയിൽ നിന്ന് പോയി, അതായത് ഈ ഒരു കസ്റ്റമർ കമ്പനിയിൽ നിന്ന് പോയി, 5% റവന്യൂ തരുന്ന കസ്റ്റമർ. അയാൾ പോകാനുള്ള റീസൺ അവിടെ ചീപ്പർ ആയിട്ടുള്ള ഒരു പുതിയ സപ്ലയർ വന്നു എന്നുള്ളതാണ്. സോ ഇനിയിപ്പോൾ അൺസർട്ടേണിറ്റിയും കൂടുതലായിരിക്കും. ഓൾറെഡി ഒരു കസ്റ്റമർ പോയി, ഇനി എത്ര പേര് പോവും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് പോകുന്നുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻറ്റ്ലി നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ റെഡ്യൂസ് ചെയ്യാം. ഇനി ഇവർ യൂണിക് പ്രൊഡക്ട്സ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ ഒരു കസ്റ്റമർ പോയി 5% തരുന്ന കസ്റ്റമർ ആണ്. ഈ കസ്റ്റമറിന് വേണ്ടിയിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇൻവെന്ററി ഇവർ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഇൻവെന്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാത്രം സ്പെസിഫിക് അസറ്റ് ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അത് റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അത് ഇംപെയർഡ് ആയിട്ടുണ്ടാവും, അത് ഇവർ ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റ് അസറ്റ്സും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെ വൈ യു നീഡ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാറ്റഗറി നമ്പർ 1 വരിക. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. തിങ്കിങ് ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എ ബയർ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയണം. നമ്പർ 2, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അടുത്തായിട്ട് നോക്കേണ്ടത് എന്താ, ഈ അക്വിസിഷൻ നടത്തുന്ന സമയത്ത് ഈ അക്വിസിഷൻ ഏറ്റവും ലോ കോസ്റ്റിൽ നടത്താൻ പറ്റുമെന്ന് നോക്കണം. ഇതിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആയ എല്ലാവർക്കും? Is that clear everyone? Yes, sir. Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക. നമ്മൾ ഓൾറെഡി ചെയ്തതായിരുന്നു സീറ്റയുടെ. അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത് വരുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ് ജേക്കബ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അത് നമ്മൾ ചെയ്തത്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന കുറെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ, recommend the additional information which should be made for your audit firm's review. Explain the need for information. നിങ്ങളോട് ചോദിക്കുന്ന എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടത് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ നടത്താൻ വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കമ്പനീനെ വാങ്ങാൻ പോവാണ്, എന്തൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടെന്ന് ചോദിച്ചാൽ സിനാരിയോയിൽ പറഞ്ഞേക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിക്കുക. ദെൻ അവിടെ എന്തുകൊണ്ടാണ് ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്യുക. ഇവിടുത്തെ ഞാൻ ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞുതരാം ഈ ക്വസ്റ്റ്യന്റെ. ഇവിടെ നിങ്ങളോട് പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജേക്കബ് കമ്പനിയാണ്, നിങ്ങൾ ലോക്കി എന്ന് പറയുന്ന കമ്പനീനെ വാങ്ങാൻ പോവാണ്. സോ ലോക്കി എന്ന് പറയുന്ന കമ്പനി സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. നിങ്ങൾക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ആ കമ്പനീനെ വാങ്ങാൻ പോകുന്നത്. ഓക്കെ. എന്നിട്ട് നിങ്ങളോട് ഈ താഴേക്ക് പറഞ്ഞേക്കുന്ന ഡീറ്റെയിൽസ് പറയുകയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അഡീഷണൽ ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഡ്യൂ ഡെലിജൻസ് റിവ്യൂ നടത്താൻ, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്ന് ചോദിക്കുന്നു. കൺസിഡർ ദാറ്റ് നിങ്ങളാണ് ബയ്യർ, എക്സാമിനർ ആണ് സെല്ലർ. സെല്ലറായ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ കഥകൾ പറയുന്നു. ബയ്യറായ നിങ്ങൾ അതിന് പകരം തിരിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ചോദിക്കണം. അത് ഓരോന്നും എന്തിനാണെന്നും പറയണം. ഞാൻ പറയാണ് നിങ്ങളോട്, നമ്മുടെ കമ്പനി ഒരു ഓണർ മാനേജ്ഡ് കമ്പനിയാണ്. 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഈ 3 പേരും നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടേഴ്സ് ആണ്. 30 ഇയേഴ്സ് മുന്നെയാണ് നമ്മുടെ കമ്പനി ഫോം ചെയ്ത്. ഹെഡ് ഓഫീസ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ തന്നെ ഫാമിലി ഓൾഡ് ബിൽഡിങ്ങിലാണ്. ദെൻ നമ്മൾ പുതിയൊരു ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്, അവിടെയാണ് നമ്മൾ ഹെഡ് ഓഫീസ് പുതിയതായിട്ടുള്ളത് പണിയാൻ പോകുന്നത്. കമ്പനി കഴിഞ്ഞ 3 ഇയേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ ഗ്രോ ആയിട്ടുണ്ട്. നമ്മുടെ എക്സ്പാൻഷൻ എല്ലാം നമ്മൾ നടത്തിയിരിക്കുന്ന ഒരു ലോൺ എടുത്തിട്ടാണ്. കമ്പനിക്ക് കുറേ ഓർഡർ ഓഫ് ഫെസിലിറ്റി ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് വർക്ക് നടത്തുന്നത്. നമ്മുടെ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാറുള്ള സമയത്ത് വിൻട്രി ക്യാഷ് ഫ്ലോ കുറവാണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു സെല്ലറാണ് പറഞ്ഞതെന്ന് ഓർക്കണം. ബയ്യറായ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? നിങ്ങളുടെ അടുത്താണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെയായിരിക്കും തിരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുക? 3 ഡയറക്ടേഴ്സിൽ 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 5 ഡയറക്ടേഴ്സ് 3 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫാമിലി മെമ്പർ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് ചോദിക്കുന്നുണ്ടാവും അവിടെ? നോമിനി ചോദിക്കുകയാണെങ്കിൽ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സർവീസ് കോൺട്രാക്ട് ചോദിക്കാം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇവര് അക്വിസിഷന് ശേഷം കണ്ടിന്യൂ ചെയ്യാമെന്ന് അറിയാൻ. ശരിയല്ലേ? കാരണം
അക്വിസിഷൻ നടന്നതിന് ശേഷം ഈ ഡയറക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? വി വോണ്ട് ബി ഏബിൾ ടു കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻസ് പ്രോപ്പർലി. കാരണം നമ്മൾ ഈ അക്വിസിഷൻ നടത്തുന്നതിന് എന്തിനു വേണ്ടിയിട്ടാ? സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടാണ് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്ന കമ്പനീനെ നമ്മൾ വാങ്ങുന്നത്. സോ ഈ കമ്പനീനെ അക്വിസിഷൻ നടന്നതിന് ശേഷം ഡയറക്ടേഴ്സ് പോയി കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു സസ്റ്റെയിൻ. അതുകൊണ്ടാണ് നമ്മൾ അത് അറിയുന്നത്. രണ്ടാമതായിട്ട് ഹെഡ് ഓഫീസ് പ്രസ്റ്റീജിയസ് ഓഫീസ് ബിൽഡിങ്ങിലാന്ന് പറഞ്ഞു. ആ ബിൽഡിംഗ് ഇരിക്കുന്ന എവിടെയാണ്? ഇവരുടെ ഫാമിലി ഓൺഡ് എസ്റ്റേറ്റിലാന്ന് പറഞ്ഞു. ഇവർ പുതിയ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് വേണ്ട എന്തായിരിക്കും? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ ഫാമിലി ഓൺഡ് എസ്റ്റേറ്റ്. അതെന്തിനായിരിക്കും? എത്ര നാളായിട്ടാണ് കമ്പനി അവിടെ ഉള്ളതെന്ന് അറിയാൻ, അതേപോലെ തന്നെ നമുക്ക് ആ ഫെസിലിറ്റി യൂസ് ചെയ്യുമെന്ന് അറിയാൻ. നമ്മുടെ പുതിയ ഓഫീസ് ബിൽഡിങ്ങിനുള്ള സ്പേസ് എടുത്തിട്ടേ ഉള്ളൂ. ദേ ഹാവൻ സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ. അപ്പൊ അക്വിസിഷൻ നടന്നതിന് ശേഷം നമുക്ക് പുതിയ റെന്റൽ എക്സ്പെൻസസ് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ കഴിയുന്നോടം വരെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം. കാരണം എങ്കിലേ അക്വിസിഷൻ വേർത്ത് ഇറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത്, ഒരു പീസ് ഓഫ് ലാൻഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഒരാൾ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക? യു വോണ്ട് ദ ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ദ പ്രോപ്പർട്ടി. എന്തിനായിരിക്കും? എത്ര ഏരിയ ആണ് വാങ്ങിച്ചേക്കുന്നത്, ഏത് ലൊക്കേഷനിലാണ് സ്ഥലം വാങ്ങിച്ചേക്കുന്നത്, ആരുടെ ഓണർഷിപ്പിലാണ് വാങ്ങിച്ചേക്കുന്നത് എന്നറിയാനായിട്ട്. അതെന്തിനായിരിക്കും അറിയാം? അതുപോലെ തന്നെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്. ബിക്കോസ് അക്വിസിഷൻ നടന്നതിന് ശേഷം നിങ്ങൾക്കും ഈ പ്രോപ്പർട്ടി കിട്ടുമെന്ന് അറിയണം. കാരണം കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ അസറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യാൻ പോകുന്ന പർച്ചേസ് കൺസിഡറേഷനകത്ത് ഇതും വരുന്നതാണ്. സോ നമുക്കത് വേർത്തിട്ടാണോ എന്ന് അറിയാനാണ് നമ്മളത് കൺസിഡർ ചെയ്യുന്നത്. അടുത്ത അവർ പറഞ്ഞു അവർ സിഗ്നിഫിക്കന്റ് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ആയിട്ട്. അപ്പൊ നമുക്ക് എന്തായിരിക്കും വേണ്ടത്? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ബാങ്ക് ലോൺ വേണം. അതെന്തിനായിരിക്കും? ബിക്കോസ് എത്രയാണ് ഇൻട്രസ്റ്റ് ഓഫ് ദി ലോൺ, എത്രയാണ് ടോട്ടൽ എമൗണ്ട് ബോറോഡ്, എന്തൊക്കെയാണ് റീപേയ്മെന്റ് ടേംസ്, എത്ര ഡ്യൂറേഷൻ ആണ് റീപേയ്മെന്റ് ഉള്ളത്, ഇതൊക്കെ അറിയാൻ. കാരണം അക്വിസിഷൻ നടത്തിയതിനു ശേഷം റീപേയ്മെന്റ് നടത്തേണ്ടി വരുന്ന ആരായിരിക്കും? നമ്മളായിരിക്കും. നമുക്കപ്പോൾ റീപേയ്മെന്റ് നടത്താൻ പറ്റുമോ എന്ന് അറിയാനായിരിക്കും നമ്മൾ ചോദിക്കുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ അവർ ഒരു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽസ് ഇൻ റിലേഷൻ ടു ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ചോദിക്കും. അതെന്തിനായിരിക്കും? നമ്മൾ അക്വിസിഷൻ നടത്തിയതിനു ശേഷം ഈ ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് കിട്ടുമോ എന്നറിയാൻ. കാരണം നമുക്കും ആ ക്യാഷ് ഫ്ലോ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകുന്ന സമയത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഓവർ ഡ്രാഫ്റ്റ് വേണ്ടി വരും. അപ്പൊ അത് കിട്ടുമോ എന്ന് അറിയാനാണ് നമ്മൾ ചോദിക്കുക. ഇതായിരിക്കും നമ്മൾ ചോദിക്കുന്ന അഡീഷണൽ ഇൻഫർമേഷനും അതിന്റെ റീസൺസും നമ്മൾ പറയുന്നത്. ഇനി ഇതിന് പുറമെ കോമൺ ആയിട്ടുള്ള കുറെ അഡീഷണൽ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. കോമൺ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡീഷണൽ ഇൻഫർമേഷൻ ആണ് പ്രീവിയസ് ഇയറിലെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ഫിനാൻഷ്യൽസ്, കറണ്ട് ഇയറിലെ മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ഫോർകാസ്റ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, പ്രീവിയസ് ഇയറിലെ മാനേജ്മെന്റ് ഇൻഫർമേഷൻസ്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റൻസിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് നമ്മൾ പറഞ്ഞത്. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എല്ലായിടത്തും യൂസ് ചെയ്യാം. ദെൻ പ്രയർ ഇയർ ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും മാനേജ്മെന്റ് അക്കൗണ്ട്സും, റീസെന്റ് മാനേജ്മെന്റ് അക്കൗണ്ട്സ്, ഫോർകാസ്റ്റ് ഓർ ബഡ്ജറ്റ്. ഇത്രയായിരിക്കും നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് പറയാൻ പറ്റും. ക്ലിയർ ആയോ എല്ലാവർക്കും? Is that clear everyone? Yes, sir. Okay. Yes, sir. ഇനി സെയിം as that നമ്മൾ PFI എൻഗേജ്മെന്റ്സിന്റെ എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് പഠിച്ചിരുന്നു. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ പഠിച്ചൊരു കാര്യം ഉണ്ടായി. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ എൻഗേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് നോർമലി പ്രൊസീജിയേഴ്സ് പെർഫോം ചെയ്യാറുള്ള പോലെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? PFI എൻഗേജ്മെന്റിന്റെ കേസിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് വെച്ച് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിന് റീസൺ എന്തായിരുന്നു? PFI is purely be based on assumptions. Assumptionsന്റെ ബേസിസിലാണ് PFI ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. Since it's based on assumptions, നമുക്ക് അവിടെ എന്ത് കിട്ടില്ല? We won't be able to obtain sufficient appropriate evidence. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്ന എന്തിലായിരിക്കും? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സും എൻക്വയറി ആയിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടാവുക. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു കാര്യമാണ് PFI എന്ന് പറയുന്നത്. സോ ഫോർ വിച്ച് ദേ വോണ്ട് ബി സഫിഷ്യന്റ് എവിഡൻസ്. സോ PFIയുടെ കേസിൽ നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട എന്തിലാണ്? ഹാവ് ടു ഫോക്കസ് ഓൺ അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആൻഡ് എൻക്വയറി. അതിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടായിട്ടാണ് ഞാൻ നോട്ട്സ് തന്നിരുന്നത്. എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ PFIക്ക് അത് ഞാൻ കുറെ ജനറൽ പ്രൊസീജിയേഴ്സ് തന്നിരുന്നു. ദർ ആർ സം സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഫോർ P&L. അറ്റ് ദി സെയിം ടൈം ദർ ആർ സം സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ഫോർ ദ SOFP ആസ് വെൽ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. PFIയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നിങ്ങൾ നോക്കുക, നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഫോർകാസ്റ്റഡ് P&L മാത്രമാണോ, ഫോർകാസ്റ്റഡ് SOFP ഉണ്ടോ, ഇസ് ഇറ്റ്സ് എ ഫോർകാസ്റ്റഡ് ക്യാഷ് ഫ്ലോ, ഏതാണ് തന്നേക്കുന്നത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അക്കോർഡിംഗ്ലി എഴുതണം. ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺലി ഓൺ PFI's P&L, അങ്ങനെയാണെങ്കിൽ ജനറൽ പ്രൊസീജിയേഴ്സും P&Lന്റെ പോയിന്റ്സും കൂടെ കൂട്ടി വേണം എഴുതാൻ. ഇഫ് യു ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ഓൺ SOFP, ആൻഡ് ഇൻ ദാറ്റ് കേസ് അവിടെ നിങ്ങൾ ജനറൽ പോയിന്റ്സും SOFPയുടെ പോയിന്റ്സും കൂടെ വേണം എഴുതാൻ. ഇഫ് യു ഗെറ്റിംഗ് എ ഫുൾ ഫ്ലെജ്ഡ് FS, ഇതെല്ലാം കൂടി മിക്സപ്പ് ചെയ്ത് വേണം എഴുതാൻ. എഴുതുമ്പോൾ പ്രഷർ ശ്രദ്ധിക്കുക.
ഒരിക്കലും ഈ പോയിന്റ്സ് ഇതേപോലെ തന്നെ കൊണ്ട് എഴുതി വെക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും സിനാരിയോ കിട്ടുന്നുണ്ടാവുക. ഇവിടെ തന്നേക്കുന്ന പോലെ തന്നെ നിങ്ങളോട് ചോദിക്കും, using the information contained in the exhibit 2, assuming that the Hunt and Company accept the engagements to review cash flow forecast, design the examination procedures which you should perform in the review of Waters Company's P&L. Waters Companyയുടെ P&L തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് P&L ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് എക്സാമിനേഷൻ പ്രൊസീജിയർ ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് പ്യുവർലി ബേസ്ഡ് ഓൺ സിനാരിയോ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ജനറൽ പോയിന്റ്സ് യൂസ് ചെയ്യാം, ബട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എംഫസൈസ് മോർ ഓൺ ദ സിനാരിയോ സ്പെസിഫിക് പോയിന്റ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, analytical review followed by discussion with the management on trend in revenue, which is forecast to increase or decrease as compared with the prior year. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കണം, സിനാരിയോക്കകത്ത് നമ്മുടെ കമ്പനിയുടെ റവന്യൂ കൂടുവാണോ കുറയുവാണോ ചെയ്തേക്കുന്നത്. ഇവിടെ റവന്യൂ കൂടി, അപ്പൊ നിങ്ങൾ എന്ത് പറയാം? Analytical procedures followed by discussion with the management in order to assess the reason for increase in revenue as compared with the increase in revenue by എത്ര percentage ആണെന്നുള്ള പറയാ as compared with the prior year. ഇനി അടുത്തത്, you can obtain the breakdown of expenses and you can compare the current year expenses with that of the prior year in order to understand whether there are any omissions of the major category of expenses. ഇനി ഇവർ പുതിയ പ്രൊജക്ടറും ലാർജർ സ്ക്രീൻ ഒക്കെ കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You can obtain the breakdown of expenses in order to confirm that the depreciation expenses in relation to the new projectors and larger screens might have been included there. കമ്പനി ന്യൂ ലോൺ എടുത്തു എന്ന് പറയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് പറയാം? You can obtain the breakdown of the finance cost in order to confirm whether the interest expense in relation to the new loan have been included in the finance cost. ഈ ഒരു ബേസിസിലായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടാവുക. അപ്പോൾ എപ്പോഴും അത് നോക്കുക. You have to ensure that PFIയുടെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ it is purely be based on budget or forecast. അപ്പൊ അതുകൊണ്ട് തന്നെ സിനാരിയോക്കകത്ത് എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കുക. കറസ്പോണ്ടിംഗ്ലി യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ബെഞ്ച്മാർക്ക്. ഇത് വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് എഴുതുക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ, ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓക്കെ, ഇനി PFIയുടെ ഏരിയ പോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഏരിയ ഓഫ് KPI. എന്തായിരുന്നു KPI എന്ന് പറഞ്ഞാല്? what do you mean by KPI? Key performance indicators. So KPIയുടെ ഏരിയയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെയുള്ള പ്രത്യേകത എന്തായിരുന്നു? അവിടെ നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക എന്തായിരിക്കും? രണ്ട് കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഒന്ന്, റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് KPI ചോദിക്കാറുണ്ട്. റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് KPI എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മളോട് അവിടെ എന്തായിരിക്കും ചോദിക്കാം? ഒരു സിനാരിയോ തന്നിട്ട് നമ്മളോട് ചോദിക്കും, ഇവിടെ തന്നേക്കുന്ന കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഓരോന്നും ഈ കമ്പനിയെ സംബന്ധിച്ച് റെലവെന്റ് ആണോ, ഇത് ഓരോന്നും മെഷറബിൾ ആണോ എന്ന് ചോദിക്കും. സോ KPIs ഓരോന്നും തന്നിട്ട് അത് റെലവെന്റ് ആണോ മെഷറബിൾ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം. ഇത് എന്ത് തരത്തിലുള്ള ഒരു കമ്പനിയാണെന്ന് നോക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പറഞ്ഞു. അവരുടെ ഫസ്റ്റ് KPI അവർ വെച്ചേക്കുന്നത് എത്രത്തോളം ഗ്രോസ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെന്നാണ്. ഈസ് ദാറ്റ് എന്താ പറയാ, ഈസ് ദാറ്റ് എ റെലവെന്റ് KPI ആണോ? ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സംബന്ധിച്ച് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന KPI ആയിട്ട് വെച്ചു. ഈസ് ദാറ്റ് എ റെലവെന്റ് KPI? No. They can keep a KPI like reduction in the cost of sales. Cost of sales എത്ര reduced ആയി എന്നുള്ള വേണേൽ KPI ആയിട്ട് വെക്കാം. കാരണം ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവർ എന്തായിരിക്കണം കൺസിഡർ ചെയ്യുന്നത്? മാക്സിമം കോസ്റ്റ് കുറയ്ക്കാൻ വേണം ശ്രമിക്കാൻ. ശരിയല്ലേ? ഇനി ഇതൊരു കോളേജ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, ഒരു കോളേജിനെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു റെലവെന്റ് മെഷർ ആണോ? ആണെങ്കിൽ അതെ, എന്തുകൊണ്ടാണെന്ന് പറയാം. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത്. ഇത് എന്ത് തരത്തിലുള്ള ബിസിനസ് ആണെന്ന് നോക്കുക, ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കണം. എന്നിട്ട് നിങ്ങൾ എന്താ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഒരു പർട്ടിക്കുലർ ബിസിനസിനെ സംബന്ധിച്ച് ഗ്രാജുവേഷൻ റേറ്റ് കോളേജിനെ സംബന്ധിച്ച് റെലവെന്റ് ആണോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് അത് റെലവെന്റ് ആയിട്ടുള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അക്കാഡമിക് പെർഫോമൻസ് റെലവെന്റ് ആണോ? ആർക്കൊക്കെയാണ് അത് റെലവെന്റ് ആയിട്ടുള്ളതെന്ന് കൺഫേം ചെയ്യാം. എംപ്ലോയബിലിറ്റി റെലവെന്റ് ആണോ ഇവരെ സംബന്ധിച്ച്? ഏതൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസും നമ്മൾ കൺസിഡർ ചെയ്യും, എല്ലാ പേരൻസും കൺസിഡർ ചെയ്തിട്ടായിരിക്കും കോളേജിൽ ജോയിൻ ചെയ്യുക. അക്കാഡമിക് പെർഫോമൻസ് ഡെഫിനറ്റ്ലി പേരൻസ് ആൻഡ് സ്റ്റുഡൻസ് കൺസിഡർ ചെയ്യുന്നുണ്ടാവും, എംപ്ലോയേഴ്സും കൺസിഡർ ചെയ്യുന്നുണ്ടാവും. എംപ്ലോയബിലിറ്റി ഓരോ സ്റ്റുഡൻസും ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ജോലി കിട്ടാനാണ്, അതുകൊണ്ട് തന്നെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടാവും, കാരണം എത്രത്തോളം ഓരോ ഫാക്കൽറ്റീസിന്റെ ക്ലാസ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടെന്ന് അവർ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കണം, റെലവെന്റ് ആണോ നോക്കണം. അറ്റ് ദി സെയിം ടൈം ഗ്രാജുവേഷൻ റേറ്റ് അത് മെഷറബിൾ ആണോ? മെഷറബിൾ ആണോ എന്ന് പറയാൻ നിങ്ങൾ നോക്കിയാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് എലമെന്റ് ആണോ ക്വാളിറ്റേറ്റീവ് ആണോ? അതായത് ക്വാളിറ്റേറ്റീവ് ആണ് കോഴ്സ് സാറ്റിസ്ഫാക്ഷൻ, നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ആണ്.
ജഡ്ജ്മെന്റൽ ആണ്. സോ മിസ്റ്റേക്കിനുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മെഷറബിൾ. ഗ്രാജുവേഷൻ റേറ്റ് മെഷറബിൾ ആണോ? അതെ. നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ക്ലിയർഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു അറ്റൻഡഡ് ഫോർ ദ എക്സാം നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ എലമെന്റ്സും മെഷറബിൾ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ഇതായിരിക്കും നമ്മൾ പറയുക റെലവൻസ് ആൻഡ് മെഷറബിലിറ്റി ഓഫ് ദി പെർഫോമൻസ് ഇൻഫർമേഷൻ. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിനേഷൻ പ്രൊസീജിയേഴ്സ് പറയണം. അതായത് KPIയുടെ എക്സാമിനേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളോട് ഇവിടെ പറയുന്നുണ്ടാവും ഇതായിരിക്കും. ഗ്രാജുവേഷൻ റേറ്റ് ആണ് അവരുടെ പെർഫോമൻസ് മെഷർ. അവരുടെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഗ്രാജുവേഷൻ റേറ്റ് ഹൈ ആക്കണം. അവരുടെ ഗ്രാജുവേഷൻ റേറ്റ് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് എത്ര പേര് ഡിഗ്രി പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. അവർ പറഞ്ഞ 85% ആളുകൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതാണ് അവരുടെ പെർഫോമൻസ് മെഷർ. അതാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഹൗ ക്യാൻ വി കൺഫേം ദാറ്റ്? എന്തായിരിക്കും എക്സാമിനേഷൻ പ്രൊസീജിയർ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ എനിക്ക് എന്തൊക്കെ എൻക്വയറി ചെയ്യാം? ആരൊക്കെ തമ്മിലുള്ള കറസ്പോണ്ടൻസ് നോക്കാം, ആരുടെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ വാങ്ങിക്കാം, എന്തൊക്കെ എനിക്ക് ഇവിടെ റീകാൽക്കുലേറ്റ് ചെയ്യാം, എന്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കാം, എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് ആയിട്ട് മാച്ച് ചെയ്യാം. ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ നോക്കുക, ഇവിടെ എനിക്ക് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഗ്രാജുവേഷൻ റേറ്റ് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? എക്സാമിനേഷൻ പ്രൊസീജിയർ എന്താ ചെയ്യാൻ പറ്റുക? റീകാൽക്കുലേറ്റ് ചെയ്യാം. എന്താ പറയാൻ പറ്റുക? റീകാൽക്കുലേറ്റ് ദ ഗ്രാജുവേഷൻ റേറ്റ് ബൈ ഡിവൈഡിങ് the total number of students who cleared the exams by the total number of students who have attended in order to confirm the mathematical accuracy. അപ്പൊ അത് പറയുമ്പോഴും ഒരു പ്രൊസീജിയർ പറയണം, ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എന്താ വേണ്ടെന്നുള്ള പറയാം, പേർപ്പസ് പറയാം. അക്കാഡമിക് പെർഫോമൻസ് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഉണ്ടോ നോക്കാൻ? ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ റിവ്യൂ എ സാമ്പിൾ ഓഫ് സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് who have received distinction in order to confirm whether they have meet the distinction level marks. ഇനി എംപ്ലോയബിലിറ്റി, സ്റ്റുഡൻസിന് എത്ര പേർക്ക് എംപ്ലോയബിലിറ്റി കിട്ടിയെന്ന് അറിയണം. എങ്ങനെ അറിയാൻ പറ്റുക? യു ക്യാൻ റിവ്യൂ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ യൂണിവേഴ്സിറ്റി, റോക്തോ യൂണിവേഴ്സിറ്റി ആൻഡ് ദ സ്റ്റുഡൻസ് in order to confirm whether the students have informed the Rockto University about their job about their appointments in the job. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക? You can obtain external confirmation from a sample of students who have received their graduation level employment in order to confirm that they are actually being placed in any job relevant to the qualification they learned from the Rockto University. ഈ ഒരു രീതി പറയാം. Course satisfaction, you can discuss with the management about the way in which they have obtained rating from the students to confirm whether the rating scales are appropriate and reasonable. So ഇങ്ങനെ എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അതായിരിക്കും പറയുന്നുണ്ടാവുക. സോ ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് ഈ ഏരിയ ബൈഹേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവിടെ വേറെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ ഓരോ ക്വസ്റ്റ്യൻസിലും ന്യൂമാൻ ആൻഡ് കോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ന്യൂമാൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങളോട് പറയുന്ന ഒരു ഫ്ലൈറ്റ് കമ്പനിയുടെ കാര്യമാണ്, അല്ലെ ഒരു ജെറ്റ് കമ്പനിയുടെ കാര്യം പറയുന്നത്. അതേപോലെ തന്നെ മൂസ്വുഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് തന്നേക്കുന്ന KPI എന്ന് പറയുന്ന ഹോസ്പിറ്റലിനെ ബേസ് ചെയ്താൽ. അപ്പൊ ഈ KPIs നിങ്ങൾക്ക് ഒരിക്കലും ബൈഹേർട്ട് ചെയ്യാൻ പറ്റില്ല. പകരം നിങ്ങൾ പ്യൂർലി ബേസ്ഡ് ഓൺ സിനാരിയോ ആയിരിക്കും എഴുതുന്നുണ്ടാവുക. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. സോ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് KPIന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഏരിയ ആണ് ഗോയിങ് കൺസേൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. ഗോയിങ് കൺസേൺ റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഗോയിങ് കൺസേൺ ബേസ് ചെയ്ത് ഒരു സിനാരിയോ തരും. ചുമ്മാ ഒരു നോർമൽ സിനാരിയോ തരും. ഇങ്ങനെ സിനാരിയോ തന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്ത് കുറെ നോട്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടെ എന്തൊക്കെ കാര്യമാണ് ഒരു കമ്പനിയുടെ എബിലിറ്റി ടു കണ്ടിന്യൂസ് ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്നത്. അത് ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ചുമ്മാ സിനാരിയോ വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയാ ഇവരുടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ എബിലിറ്റിനെ ഈ ഒരു ഫാക്ടർ അഫക്ട് ചെയ്യുമെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കമ്പനി പ്രോഫിറ്റിൽ നിന്ന് കമ്പനി ലോസിലേക്ക് പോയി, റവന്യൂ കുറഞ്ഞു, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറഞ്ഞു, അതേപോലെ തന്നെ കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് ലോസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ചെയ്തിട്ട് പറയാം അവിടെ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം. ഇനി ഇവരുടെ ഒരു ബാങ്ക് ലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് ലോൺ മാർച്ച് 2015 അവരെടുത്തതാണ്. ലോണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് പേ ചെയ്യേണ്ടത്. ആൻഡ് കമ്പനിയുടെ ഹെഡ് ഓഫീസും മാനുഫാക്ചറിംഗ് സൈറ്റുമാണ് അവർക്ക് വേണ്ടി സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തേക്കുന്നത്. കമ്പനിയുടെ ലോണിന്റെ റീപേയ്മെന്റ് ചെയ്യാനുള്ള എമൗണ്ട് 3,50,000 ആണ്. ആസ് ഓഫ് നൗ അവരെ 1,50,000 ഉള്ളൂ. അവിടെ കമ്പനിയുടെ ഗോയിങ് കൺസേൺ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. നമുക്ക് പറയാം ദ കമ്പനി ഹാവ് ടേക്കൺ എ ബാങ്ക് ലോൺ whereby they have provided the company's manufacturing site and head office as the security. So there can be chances that in case if the company is not able to pay the amount of interest as well as the principal amount at the year end, there can be chances that
the bank might seize the property. And in such a situation, the company will not be able to carry out their operations without the head office and manufacturing side, and the company will face going concern difficulties. നമുക്ക് പറയാം. രണ്ട്, അവർ ചോദിക്കുകയാണ് കമ്പനിയുടെ ഒരു മേജർ സപ്ലയറുമായിട്ടുള്ള ടേംസ് ഓഫ് ട്രേഡ് അവർ റീനെഗോഷിയേറ്റ് ചെയ്ത് 50 days കൊടുത്തുകൊണ്ടിരുന്ന പേയ്മെന്റ് 80 days കൊടുക്കുന്നത്. എന്താ സംഭവിക്കാൻ ചാൻസ് ഉള്ളത്? There can be chances that the supplier might get dissatisfied after a period, and the supplier will stop providing extended credit terms to the company. In such a situation, the company will not be able to carry out their operation without having a backup. So automatically company can then cash flow difficulties face ചെയ്യേണ്ടതായിട്ട് വരും. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പനി ഗോയിങ് കൺസേൺ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യും. ഇതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ കേസസും പിക്ക് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക. ഗോയിങ് കൺസേൺ എന്ത് ഇമ്പാക്ട് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട്. സോ വാട്ട് എവർ ബി ദെയർ ഇൻ ദ സിനാരിയോ, ജസ്റ്റ് ഐഡന്റിഫൈ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ്. അതാണ് മാറ്റേഴ്സ് ടു ബി കൺസിഡേർഡ് വിത്ത് റിഗാർഡിംഗ് ദ ഗോയിങ് കൺസേൺ. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ഇവിടെ സ്പെസിഫിക്കലി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെക്കമെൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോം ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. നിങ്ങളോട് ചോദിച്ചു ഇവിടെ ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ഗോയിങ് കൺസേൺ മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന്. സോ നിങ്ങളോട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ഗോയിങ് കൺസേണുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ, റെക്കമെൻഡ് ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോം ഇൻ റിലേഷൻ ടു ദ ഗോയിങ് കൺസേൺ മാറ്റേഴ്സ് ഐഡന്റിഫൈഡ്. നിങ്ങൾ എന്ത് ഗോയിങ് കൺസേൺ ഇഷ്യൂ ആണ് കണ്ടുപിടിച്ചത്, നിങ്ങൾ കണ്ടുപിടിച്ച ഗോയിങ് കൺസേൺ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കോവനൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? യു ക്യാൻ ഒബ്ടൈൻ ദ ലോൺ ഡോക്യുമെന്റ്സ് ഇൻ റിലേഷൻ ടു ദ ന്യൂ ബാങ്ക് ലോൺ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇൻ ഓർഡർ ടു കൺഫേം ദ ടേംസ് ഓഫ് ന്യൂ ലോൺ, the interest rate, the repayment terms, as well as the conditions under which the covenants will be considered as breached. ഇവിടെ അവർ പറഞ്ഞു 50 to 80 days extended credit terms കൊടുത്തു. അവിടെ നമുക്ക് എന്തായിരിക്കും ചോദിക്കാൻ പറ്റുക? We can review the correspondence between the Kandinsky company and the supplier in order to understand whether the supplier is dissatisfied by extending the credit term. അതായിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. സോ എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചത് അതിനെ ബേസ് ചെയ്തായിരിക്കും പ്യൂർലി നിങ്ങൾ പ്രൊസീജിയേഴ്സ് പറയുക. ക്ലിയർ ആയോ? Is that clear everyone? Yes, sir. സോ ഇങ്ങനെയായിരിക്കും ഗോയിങ് കൺസേണിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ടാവുക. ഇനി മണി ലോണ്ടറിംഗ് ആണ് ലാസ്റ്റ് ഏരിയ എന്ന് പറയാം. എത്തിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. വെൻ ഇറ്റ് കംസ് ടു ദ ഏരിയ ഓഫ് മണി ലോണ്ടറിംഗ്, എന്തായിരുന്നു മണി ലോണ്ടറിംഗ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ മണി ലോണ്ടറിംഗ്? ഇറ്റ്സ് എ കൺവേർഷൻ ഓഫ് illegitimate fund into legitimate fund. ലെജിറ്റിമേറ്റ് ഫണ്ടിനെ എടുത്തിട്ട് ഇല്ലെജിറ്റിമേറ്റ് ഫണ്ടിനെ എടുത്തിട്ട് അത് ലെജിറ്റിമേറ്റ് ഫണ്ട് ആക്കി കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? മണി ലോണ്ടറിംഗ് എന്ന് വിളിക്കുക. മണി ലോണ്ടറിംഗിന്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ് 3 stages ഓഫ് മണി ലോണ്ടറിംഗ്? ലെയറിംഗ്, ഇന്റിഗ്രേഷൻ. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല്? ഇനീഷ്യൽ ഡിസ്പോസൽ ഓഫ് ദി ഇല്ലെജിറ്റിമേറ്റ് ഫണ്ട് ഇൻടു എ ലെജിറ്റിമേറ്റ് ബിസിനസ് ആക്ടിവിറ്റി അല്ലേ? ഒരു ഇല്ലെജിറ്റിമേറ്റ് ഫണ്ടിനെ എടുത്ത് ഒരു ലെജിറ്റിമേറ്റ് ബിസിനസ് ആക്ടിവിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം പ്ലേസ് ടു പ്ലേസ് ഓഫ് ബിസിനസ് ടു ബിസിനസ് ടു കൺസീൽ ദ ഒറിജിനൽ സോഴ്സ്. അതാണ് ലെയറിംഗ്. എന്താണ് ഇന്റഗ്രേഷൻ? ഫൈനലി ദ മണി വിൽ ഹാവ് ദ അപ്പിയറൻസ് ഓഫ് ലെജിറ്റിമേറ്റ് ഫണ്ട്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുക. സോ ദീസ് വർ ദ 3 stages ഓഫ് മണി ലോണ്ടറിംഗ്. ആൻഡ് ഒഫൻസസ് ഇൻ റിലേഷൻ ടു മണി ലോണ്ടറിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഡിറ്ററായി നമ്മളെ സംബന്ധിച്ച് 2 ഒഫൻസ് ആയിരുന്നു വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഫെയിലിയർ ടു റിപ്പോർട്ട്, ദാറ്റ് ഇൻ കേസ് ഇഫ് യു ഹാവ് നോട്ട് റിപ്പോർട്ടഡ് അബൌട്ട് ദ മണി ലോണ്ടറിംഗ് ടു ആരുടെ അടുത്തായിരുന്നു? മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ. there will be issue. So there will be failure to report. Then second one ഏതായിരുന്നു? Tipping off. Tipping off എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റർ ആരോടും അതായത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ മണി ലോണ്ടറിംഗ് സസ്പീഷ്യസ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ അണ്ടറിലാണെന്ന് അയാളെ തന്നെ ഇൻഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് വിളിക്കുക? ടിപ്പിംഗ് ഓഫ് എന്ന് വിളിക്കുക. സോ ടിപ്പിംഗ് ഓഫ് ഈസ് ആൻ ഒഫൻസ്. അതിന് നമ്മൾ മണി ലോണ്ടറിംഗ് പ്രോഗ്രാം പഠിച്ചിരുന്നു. ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാമിന്റെ അകത്ത് എന്തൊക്കെ വേണം എന്നായിരുന്നു പറഞ്ഞത്? മണി ലോണ്ടറിംഗ് ആൻഡ് ടെററിസ്റ്റ് ഫിനാൻസിങ് റിസ്ക് അസസ്മെന്റ് നടത്തുന്നുണ്ടാവണം. ആഡിക്വേറ്റ് സിസ്റ്റംസും പോളിസീസും കൺട്രോൾസും ഒക്കെ എടുത്തിട്ടുണ്ടാവണം. കസ്റ്റമർ ഡ്യൂ ഡിലിജൻസും എൻഹാൻസ് ഡ്യൂ ഡിലിജൻസും സിംപ്ലിഫൈഡ് ഡ്യൂ ഡിലിജൻസ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവണം. എൻഹാൻസ് റെക്കോർഡ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതായിരുന്നു. ഇനി ഇമ്പോർട്ടൻ്റ്ലി ഇവിടെ ഉണ്ടായിരുന്ന മണി ലോണ്ടറിംഗിന്റെ റിപ്പോർട്ടിംഗ് ആണ്. എങ്ങനെയായിരുന്നു മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് എന്ന് പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം?
ഒരു മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ അല്ലെങ്കിൽ MLRO എന്ന് പറയുന്ന ഓഫീസറിന് എന്ത് ചെയ്യുന്നുണ്ടാവണം? അപ്പോയിന്റ് ചെയ്യുന്നുണ്ടാവണം. ആൻഡ് മണി ലോണ്ടറിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാര്യം ആരെ ഇൻഫോം ചെയ്യണം? മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിനെ ഇൻഫോം ചെയ്യണം. ആൻഡ് മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസറിന്റെ അടുത്ത് ഈ കാര്യം ഡിസ്ക്ലോസ് ആയി കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. ശരിക്കും ഈ മാറ്റർ സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ത് ചെയ്യുക? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് അല്ലെങ്കിൽ നാഷണൽ ക്രൈം ഏജൻസിയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അവിടെ ഒരു റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിന്റെ എന്തൊക്കെയാ പറയേണ്ടത്? സസ്പെക്ടിന്റെ നെയിമും ഡീറ്റെയിൽസും, പിന്നെയോ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ റെഫറൻസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് സസ്പീഷ്യസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. പിന്നെയോ അവിടെ എന്തൊക്കെയാണ് റെലവെന്റ് ആയിട്ടുള്ള അതർ ഇൻഫർമേഷൻസ് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ. നമ്മളോട് മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായി. അവിടെ മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് അത് മണി ലോണ്ടറിംഗ് ആണോ അവിടെ പറഞ്ഞേക്കുന്ന സിനാരിയോ എന്നുള്ളത് വേണം നമ്മൾ ആദ്യമേ ട്രൈ ചെയ്യാൻ. ശരിയല്ലേ? സോ നമ്മൾ മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ ഇങ്ങനെയാണ് മണി ലോണ്ടറിംഗിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നോക്കിയേ. Using the information in Exhibit 2, discuss the implication of the audit senior's note and nature of any reporting which should take place in respect of her own company. അതായത് ഇവിടെ പറഞ്ഞേക്കുന്ന ഈ ഇംപ്ലിക്കേഷന്റെ ബേസിസിൽ എന്തൊക്കെയാണ് റിപ്പോർട്ടിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മളോട് ഇങ്ങനെയായിരിക്കും മണി ലോണ്ടറിംഗിന്റെ ഒരു സിനാരിയോ തരിക. നിങ്ങൾക്ക് ഒരു മണി ലോണ്ടറിംഗ് സിനാരിയോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ നോക്കുക, മണി ലോണ്ടറിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മണി ലോണ്ടറിങ് ആണോ എന്ന് ട്രൈ ചെയ്യാൻ ക്യാഷ് ബേസ്ഡ് ബിസിനസ് ആണോ അവിടെ നടക്കുന്നതെന്ന് നോക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓണർ അവിടെ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയും നാളും ഇല്ലാത്തൊരു പുതിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ ഫണ്ട് നമ്മുടെ കമ്പനിയിൽ നിന്ന് പുറത്തൊരു കമ്പനിയിലേക്കോ നമ്മുടെ കമ്പനി ഏത് കൺട്രിയിലാണോ അവിടുന്ന് പുറത്തൊരു കൺട്രിയിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ആ എമൗണ്ട് നമ്മുടെ കമ്പനിയുടെ ബുക്സിൽ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് പറയേണ്ടത്. മണി ലോണ്ടറിംഗ് മാറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യമേ നിങ്ങൾ സിനാരിയോക്കകത്തുള്ള ഫാക്ട് പറയാം. അതായത് എമൗണ്ട് ഇത്ര വന്നു, അത് ഇത്ര ഇങ്ങോട്ട് പോയി, അത് അങ്ങനെ പോയി, ഇതിങ്ങനെ വന്നു. ദിസ് റെപ്രസെന്റ്സ് പോസിബിലിറ്റി ഓഫ് ഹാവിങ് എ മണി ലോണ്ടറിംഗ് ട്രാൻസാക്ഷൻ. എന്നിട്ട് എന്താണ് മണി ലോണ്ടറിംഗ് എന്നുള്ള കാര്യം പറയണം. അതിനുശേഷം നിങ്ങൾ പറയാം എമൗണ്ട് ഓണറാണ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ പ്ലേസ്മെന്റ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറയാം. അടുത്ത ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഫണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഇറ്റ് റെപ്രസെന്റ്സ് ദ ലെയറിംഗ് സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. എന്താണ് ലെയറിംഗ് എന്ന് പറയാം. അടുത്തത് ആ എമൗണ്ട് ഫിനാൻഷ്യൽസിൽ അപ്പിയർ ആയി. ഇറ്റ് ഷോസ് ദ ഇന്റഗ്രേഷൻ സ്റ്റേജ് ഓഫ് മണി ലോണ്ടറിംഗ്. എന്താണ് ഇന്റഗ്രേഷൻ എന്നുള്ളത് പറയാം. ഇങ്ങനെയായിരിക്കും നിങ്ങൾ മണി ലോണ്ടറിംഗിനെ കുറിച്ച് പറയുന്നുണ്ടാവുക. ക്ലിയർ ആയോ? ഇസ് എ ക്ലിയർ എവരിവൺ? ഓക്കെ. ഇനി ഇൻ അഡീഷൻ ടു ദാറ്റ് മണി ലോണ്ടറിംഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കണം സിനാരിയോക്കകത്ത് ഓഡിറ്റർ കയറിയിട്ട് ക്ലയന്റിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഓഡിറ്റ് കയറി ക്ലയന്റിന്റെ അടുത്ത് മണി ലോണ്ടറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായി മാറും? ടിപ്പിംഗ് ഓഫ് ആയി. അപ്പൊ എന്താണ് ടിപ്പിംഗ് ഓഫ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഫൈനലി അവിടെ എന്തൊക്കെയാണ് ഓഡിറ്റർക്ക് എടുക്കാൻ പറ്റുന്നത് സേഫ് ഗാർഡ്സ് എന്നുള്ളതും പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൻഡ് ഫൈനലി റിപ്പോർട്ടിംഗ് ആണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. റിപ്പോർട്ടിംഗ് ചോദിക്കുമ്പോൾ ഏതായിരിക്കും നമ്മളിപ്പോൾ പെടുന്നതിനായിരിക്കും പറയാം. ഒരു MLRO എന്ന് പറയുന്ന ഓഫീസിന് അപ്പോയിന്റ് ചെയ്യണം. MLROയുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തണം. MLRO സിനാരിയോ റിവ്യൂ ചെയ്യുക. അവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ MLRO റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ടിംഗ് ഫോമാറ്റ് എങ്ങനെയാണെന്നുള്ളതും പറയാം. ഇതായിരിക്കും നമ്മൾ മണി ലോണ്ടറിംഗിന് ആൻസർ ആയിട്ട് കൊടുക്കുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ അവിടെ മണി ലോണ്ടറിംഗ് റിപ്പോർട്ടിംഗ് ചോദിക്കുമ്പോൾ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിംഗ് അല്ല ചോദിക്കുന്നത്. വിത്ത് റിഗാർഡിംഗ് ദ മണി ലോണ്ടറിംഗ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അടുത്തുള്ള റിപ്പോർട്ടിങ്ങിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ എല്ലാവരും ലാർക്കാൻ കമ്പനി എന്ന് പറയുന്നതിന്റെ സെക്കൻഡ് കേസ് എക്സിബിറ്റ് 2 ഹെറോൺ കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യണം. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തായിരുന്നു. ആൻഡ് പ്ലീസ് ഗോ ത്രൂ ദ ആൻസർ ആസ് വെൽ സോ യു വിൽ ഗെറ്റ് ആൻ ഇൻസൈറ്റ് അബൌട്ട് ദ മണി ലോണ്ടറിംഗ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു വിത്ത് റിഗാർഡിംഗ് ദ 25 മാർക്സ് ഏരിയ നമുക്ക് നോക്കാനായിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. സോ വെൽ വി ഹവ് ഗോൺ ത്രൂ ഓൾമോസ്റ്റ് ഓൾ ഏരിയാസ് വെരി ക്വിക്ലി. നമുക്ക് കുറെ റാൻഡം ടോപ്പിക്സ് ഉണ്ടായിരുന്നു നോക്കാൻ. അതുകൊണ്ടാണ് വളരെ ക്വിക്ലി നമ്മൾ പോയത്. ബട്ട് all these areas we have cleared it in over, I believe, over more than 25 days എടുത്തായിരുന്നു നമ്മൾ ഈ ഒരു ഏരിയ തന്നെ നോക്കിയത് with regarding the 25 marks area. And we have already covered more than 90 hours of session, on around 100 hours of session already. And ഇനിയും നമുക്ക് classes ഉണ്ടാവും. We will be having mock exam discussion. Tomorrow we will be having mock exam. And the very next day we will be having the mock exam discussion. And in addition to that, we will be having multiple doubt clearance as well as the one more revision class. Now, probably in the Friday revision class in Davini. And in that revision class, we will be discussing all about
all the key areas. നമ്മുടെ എല്ലാ മേജർ ഏരിയാസും തന്നെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടാവുക. സോ നമ്മുടെ ഈ ഏരിയാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും വെൽ വി നോ ദാറ്റ് നിങ്ങൾക്ക് ഇവിടെ കൂടുതലും റിവൈസ് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ്സിന്റെ ഏരിയ തന്നെയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു റിപ്പോർട്ടിംഗിന്റെ ഏരിയാസിൽ കൂടുതൽ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ടുള്ളത്. ആൻഡ് എൻഷുർ ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ ഈച്ച് വൺ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ആസ് വെൽ ആസ് ഏറ്റവും പോസിബിളി പുതിയ റിവിഷൻ കിറ്റ് തന്നെ നോക്കാൻ നോക്കുക. ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ ദെയർ ഇൻ ദ ന്യൂ റിവിഷൻ കിറ്റ് ഓൾസോ. ആൻഡ് അവർ ആ ക്വസ്റ്റ്യൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രൊഫഷണൽ മാർക്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇന്നലെ പറഞ്ഞിരുന്നു. സോ പ്രൊഫഷണൽ മാർക്സിന്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി വിത്ത് റിഗാർഡിംഗ് ദ 50 മാർക്സ് ഏരിയ. നമുക്കറിയാം പ്രൊഫഷണൽ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന്. സോ ഏതെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി കാണുക. ഇറ്റ് ഈസ് ദെയർ ഇൻ യൂട്യൂബ് ആസ് വെൽ ആസ് ഇൻ അവർ ആപ്ലിക്കേഷൻ ആസ് വെൽ. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ ഇതാണ്, ഓൾറെഡി നമുക്കുള്ള എല്ലാ ക്ലാസ്സിനും റെക്കോർഡിങ്സ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവണം, മാൻഡേറ്ററി ആയിട്ടും ആ റെക്കോർഡിങ്സ് നോക്കുന്നുണ്ടാവണം. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അത് നോക്കുക. ആൻഡ് ഇനി നമുക്ക് ഇനി അഡീഷണൽ ഉള്ള സെഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ സെഷൻ ഉണ്ട്. ടെക്നിക്കൽ ആർട്ടിക്കിളിന്റെ സെഷന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. സോ എനിവേ വി വിൽ ബി ഗോയിങ് ത്രൂ ഓൾ ദി ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ആസ് വെൽ ആസ് ദ കറന്റ് ഡെവലപ്മെന്റ്സ് ആസ് വെൽ. അപ്പൊ ആ ഏരിയാസും നമ്മൾ നോക്കുന്നുണ്ടാവും. സോ എല്ലാ ഏരിയാസും നമ്മൾ ഫുള്ളി കവർ ചെയ്തിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ എല്ലാവരും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും റിവൈസ് ചെയ്യുക. എൻഷുർ ദാറ്റ് ഏതൊക്കെയാണ് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളത് അറ്റ്ലീസ്റ്റ് വൺ ക്വസ്റ്റ്യൻസ് ഈച്ച് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവണം. And ensure that you are also revising all the accounting standards as well rather than the auditing standards. Auditing standards are important, but definitely we know that as compared with that of the accounting standards, auditing standards are very important. Because accounting standards illanda you won't be able to perform in the 50 marks as well as the 25 marks area. So accounting standards ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും റിവൈസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയ എല്ലാവർക്കും? Yes, sir. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ this 4 days revision is done, but in addition to that നമുക്ക് mock exam discussion ഉണ്ടാവും. We will be practicing the most latest question എന്ന് പറഞ്ഞാൽ actually it's an old question itself, പക്ഷെ അവർ ഏറ്റവും പുതിയ പാറ്റേണിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആകെ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ സ്പെസിമെൻ എക്സാം ആയിട്ട്. SSC ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ആസ് ഓഫ് നൗ റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ നമ്മൾ അതായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ നാളെ ആയിരിക്കും എക്സാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തരും. ആൻഡ് അതിന്റെ ഡിസ്കഷൻ സെഷൻ വിൽ ബി ഓൺ ദ ഡേ ആഫ്റ്റർ ടുമോറോ. സോ എല്ലാവരും നാളെ തന്നെ എക്സാംസ് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ ആ ഡിസ്കഷൻ സെഷൻ അറ്റൻഡ് ചെയ്തത് ബെനിഫിഷ്യൽ ആവത്തുള്ളൂ. ആൻഡ് അതിന് ശേഷമായിരിക്കും നമുക്ക് ടെക്നിക്കൽ ആർട്ടിക്കിൾ ഉണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും പ്രോപ്പർലി നോക്കുക. എല്ലാവരും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. നമുക്ക് ടൈം കമ്പാരിറ്റീവ്ലി ഇനി കുറവാണ്. അപ്പോൾ ഉള്ള ഏരിയാസ് പ്രോപ്പർലി യൂസ് ചെയ്യുക. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇനിയാണെങ്കിൽ പോലും നമുക്ക് നോക്കാനുള്ള സമയമുണ്ട് AAA. കാരണം ഒരുപാട് സിലബസ് ഏരിയാസ് ഇല്ല നമുക്ക്. എക്സാമിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. സോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ റിവൈസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, alright, so that's it guys. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ കാണാം. So thank you so much. Bye. Thank you. Thank you. Thank you, sir.